നമുക്ക് കാലിക്കട്ടിന്ന് കുറച്ചധികം സുഹൃത്തുക്കള് ഫാമിലിയൊക്കെ ഉണ്ട്. അവിടെ കൂത്താളി ഗ്രാമപഞ്ചായത്തില് രുചി കാറ്ററിംഗ് എന്ന് പറയുന്ന അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ ഫാമിലിയും ഒക്കെയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബിജുക്കുട്ടൻ ചേട്ടാ ആൻഡ് പ്രസാദ്. നമസ്കാരം. ഉഷാറല്ലേ? ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ട് ഇറക്കിയാലാ? നമ്മുടെ ശ്യാം ചേട്ടനുണ്ട്, രാജേഷ് ചേട്ടനുണ്ട്, ബിജു ചേട്ടനുണ്ട്. നല്ല കേടി കൊടുത്താൽ അവര് മൂന്നുപേർക്ക് പോരും. കാലമൊന്നു കാലാൽ തട്ടിവിട്ട കേളിപ്പന്ത് പോലെ വാനിൽ കൊന്തി വന്നു സൂര്യൻ മേഘമെന്ന ജാലം മേലെ വന്ന് വീഴുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, വെച്ചടിക്കുന്ന പഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്യുവാൻ നാളെ രാവിലെ കൃത്യം 10:30 കാൽപന്ത് കളി ആസ്വാദകരുടെ പ്രിയങ്കരനായ കളിക്കാരൻ ലയണൽ മെസ്സി എത്തിച്ചേരുന്നു. എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും കാൽപന്ത് കളി പ്രേമികളെയും പഞ്ചായത്ത് ഗ്രൗണ്ടിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അല്ല, ഈ പ്രസിഡന്റ് വരാതെ നമ്മൾ ഈ കമ്മിറ്റി തുടങ്ങിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അതേന്നെ, എത്ര മണിയായിട്ട് വെയിറ്റ് ചെയ്യാൻ. എനിക്ക് വേറെ മീറ്റിംഗും കാര്യങ്ങളും ഉദ്ഘാടനമൊക്കെ ഉള്ളല്ലേ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അയാളൊരു മനുഷ്യനല്ലേ, അയാൾക്ക് അയാളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എനിക്കൊരു മരണാന്തര ചടങ്ങുണ്ട്, നിങ്ങൾക്ക് പോകണമെന്ന്. എന്താ ഇത്? ചന്തയാണോ ഇത്? പഞ്ചായത്ത് മീറ്റ് കൂടുന്ന സ്ഥലമല്ലേ? എന്തോ തൊള്ളയായത്? ഇങ്ങനെ തൊള്ളാനൊക്കെ പാടുണ്ടോ? എന്റെ ചെവി പൊട്ടി പോകുന്നുണ്ട്, അറിയാമോ? ഇനി മേലിൽ തൊള്ള തുറക്കരുത് കേട്ടോ. അല്ലല്ലേ, ഇതിപ്പോ ഞങ്ങളാണോ തൊള്ള ഉറക്കുന്നത്? നിങ്ങളല്ലേ പെണ്ണുമ്പളെ കിടന്ന് തൊള്ള ഉറക്കുന്നത്? അല്ലല്ലോ, ഞാൻ എന്തെങ്കിലും പറയുന്നതാ നിങ്ങൾക്ക്? മെസ്സി വരുമോ? എന്റെ പേനയായത്. മഷി വരുമല്ലോ എന്നുള്ള കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. മഷിയല്ല, മെസ്സി. അയ്യോ, മെസ്സി വരുമോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ പ്രസിഡന്റ് വരുമ്പോ പ്രസിഡന്റിനോട് ചോദിക്ക്. ഞാൻ വെറും പ്രതിപക്ഷമാണ്. ഹലോ, അയ്യോ അതിലേ വരല്ല. അതിലേ വന്ന ബ്ലോക്ക് ആകും. ആൾക്കാരെല്ലാം നിങ്ങളെ കാണും. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പുറത്തല്ല, റൈറ്റിലൂടെയുള്ള റോഡിൽ കയറുക. എന്നിട്ട് റബ്ബർ നോട്ടത്തിന് ഇടക്കൂടെ ഒരു ചെറിയ റോഡ് കിടപ്പുണ്ട്, ആ റോഡ് വരിക. എന്നിട്ടൊരു ആച്ചാലുണ്ടാവും. ആച്ചാൽ ചാടി കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിന് നേരെ പുറകിലത്തെ റോട്ടിലെത്തും. അതുവഴിയാ വരാവുള്ളേ. ദൈവത്തെ ഓർത്ത് എന്നെ ചതിക്കരുത്, വേഗം ആകട്ടോ. അതിനിവിടെ ആരും എഴുന്നേറ്റില്ല. ആരും എഴുന്നേക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ ഇരുന്നോളാൻ. പ്രസിഡന്റ് എന്ത് പരിപാടിയായി കാണിച്ചത്? എന്താണ്? നമ്മൾ ഈ മെസ്സി വരുന്ന കാര്യത്തിൽ നമ്മൾ ഈ മെമ്പർമാരെ എല്ലാം വിളിച്ച് കൂട്ടിയിട്ട് ഈ പ്രസിഡന്റ് ഇപ്പോഴാണോ വരുന്നത്? 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയതാണ് പ്രതിപക്ഷം. എന്നിട്ട് എന്ത് പറ്റി? നിങ്ങളുടെ വാർഡിലെ ഒരു പട്ടി എന്നെ കടിക്കാനിട്ട് ഓടിച്ചു. എന്നിട്ട് ഞാനൊരു കല്ലെടുത്തു ഒറ്റ എറിഞ്ഞു. എന്റെ വാർഡിലെ പട്ടിയെ നിങ്ങൾ കല്ലെടുത്തെറിഞ്ഞോ? പിന്നെ കല്ലെടുത്തെറിയാതെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പ്രസിഡന്റ്, എന്റെ വാർഡിലെ ഒരു ജീവിയെയും ഞാൻ ഇന്നേ വരെ ഉപദ്രവിച്ചിട്ടില്ല, അറിയാവോ? ഹലോ, നിങ്ങളുടെ ഭർത്താവ് ശശി നിങ്ങളുടെ വാർഡിലെ മെമ്പർ അല്ലേ? മെസ്സി വരുന്ന നല്ലൊരു ദിവസമാണ്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. മെസ്സി ഇന്ന് വരുമോ? നാളെ ഉദ്ഘാടന സ്ഥലത്തേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? മെസ്സിക്ക് എന്ത് ഭക്ഷണം കൊടുക്കാം? ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് നമുക്ക്. അതിനു മുമ്പ് വേറൊരു ചർച്ചയുണ്ട്. എന്തോ ചർച്ച? മെസ്സി വരുന്നതിന് ഞാൻ മെസ്സിനെ കാണാൻ പോകാൻ കുറച്ച് കാശ് ചെലവാക്കിയായിരുന്നു. അത് ഈ പഞ്ചായത്തിൽ നിന്ന് ആര് തരും? എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഒറ്റ ഫോൺ കോളിൽ അങ്ങ് ബുക്ക് ചെയ്താൽ പോരായിരുന്ന? ഒറ്റ ഫോൺ കോളിൽ ബുക്ക് ചെയ്യാൻ ബിജുക്കുട്ടന്റെ മെഗാ ഷോ അല്ല. മെസ്സിയാണ് മെസ്സി. പിന്നെ നിങ്ങൾ എന്തോ ചെയ്ത്? അർജന്റീന പോയി. ഞാൻ എവിടെ? അർജന്റീന ഞാൻ പോയി കള്ളക്കളം വാങ്ങിച്ചാ ഞാൻ പോയത്, മനസ്സിലായോ? അർജന്റീന ഞാൻ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്നപ്പോ അവരുടെ വീട്ടിൽ പറഞ്ഞു ഇപ്പൊ ഇവിടെ അല്ല താമസം, മെസ്സി അമേരിക്കയിലാണെന്ന് പറഞ്ഞു. അമേരിക്ക അർജന്റീനയുമായിട്ട് വലിയ വ്യത്യാസമില്ലല്ലോ. അപ്പൊ ഞാൻ നേരെ അമേരിക്ക പോയി. അമേരിക്ക അവരുടെ വീടിന് വാതിക്കെ ചെന്നു. ഞാൻ കോളിമേലടിച്ചു. സൂര്യപ്രഭ പോലെ അവരുടെ ഭാര്യ ഇറങ്ങി വന്നു കേട്ടോ. കാണാൻ എന്ത് ചന്തമെന്നറിയോ? മറ്റേ നാടോടിക്കാട്ടിലെ ശ്രീനിവാസ സീമയെ നോക്കിയിരിക്കുന്നു. ഞാനിങ്ങനെ നോക്കിയിരുന്നു പോയി. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സിനെ ഒന്ന് കാണണം. അയ്യോ, ഇപ്പം കൊച്ചുമായിട്ട് ക്ലബിലോട്ട് പോയതുള്ളൂ ഫുട്ബോൾ കളിക്കാൻ. മെസ്സി, നിങ്ങൾക്ക് എന്താ സംശയം? മെസ്സിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഈ നിൽക്കുന്ന മനുഷ്യൻ അവസാനം ഞാൻ ക്ലബിൽ ചെന്നു ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് മെസ്സിനെ ഒന്ന് കാണാൻ, ഞാൻ കേരളത്തിൽ നിന്ന് ഒരു പഞ്ചായത്തിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചുമായിട്ട് ഫുട്ബോൾ കളിക്കാൻ ചെന്ന മെസ്സി ലാസ്റ്റ് ഗോൾ അടിച്ചിട്ട് ഇപ്പൊ പോയുള്ളെന്ന് അവിടുത്തെ അവരുടെ കൂട്ടുകാർ പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ ഓടിച്ചിട്ട് മെസ്സിനെ കണ്ടുപിടിച്ച് ആ കൊച്ചിനൊരു മുട്ടായും ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സോപ്പിട്ട് മെസ്സിയോട് കാര്യം പറഞ്ഞ് ഇവിടെ വരാന്ന് പറഞ്ഞതായിരുന്നേ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, മെസ്സി വരുവോ? മെസ്സി വരുത്തില്ല. മെസ്സി വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ മെസ്സി വരാൻ നിനക്ക് വാക്ക് തന്നാ. ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറയാ, സാറേ എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് അമേരിക്കയുടെ ക്ലബിന്റെ ഒരു കളിയുണ്ട്, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ആരെങ്കിലും അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മെമ്പർമാർ
മെമ്പർമാരെ, നമ്മുടെ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ മെസ്സിയും വരുന്നില്ല, ആരും വരുന്നില്ല. ഈ പ്രസിഡന്റിന്റെ പിടിപ്പേടാ അതിന് കാരണം. ഒരു വിളിപ്പേടുമല്ല, ഞാൻ വെറുതെ ഇരിക്കുവോ? ആ. ഞാൻ നേരെ വിളിച്ചു മെസ്സിനെ. ആ. ഹലോ, ആ. നിങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പഞ്ചായത്തിൽ ഈ ആൾക്കാരൊക്കെ ഇളക്കിയത്. നിങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ നാറിയിരിക്കുക. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ചേട്ടൻ വിഷമിക്കണ്ട, എനിക്ക് പകരം എന്റെ ശിഷ്യനെ ഞാൻ അവിടെ കൊണ്ടുവരും. ശിഷ്യനോ? ഒരു ശിഷ്യനെ ഞാൻ അവിടെ വിട്ടേക്കാന്ന് പറഞ്ഞു. എവിടുന്ന്? എവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അനന്തരവന്റെ കൂട്ടുകാരനാണ്, മലയാളിയാണ്, പക്ഷെ ഇപ്പൊ ബോംബെയിലാണ്. മെസ്സിയുടെ അരുമ ശിഷ്യനാണ് ജുംജിത് ഖാൻ. ആ. ജുംജിത് ഖാൻ പ്രസിഡന്റ് ഇല്ലേ? അതെ അതെ, ഞാനാണ് പ്രസിഡന്റ്. പേരെന്തുവായിരുന്നു? സന്തോഷം. സന്തോഷം, വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം. സന്തോഷം. പേരെന്തുവായിരുന്നു? സന്തോഷം. സന്തോഷം. അതിപ്പോ എല്ലാവർക്കും സന്തോഷം, സങ്കടം വരാതിരിക്കട്ടെ. സന്തോഷം. പേരെന്തുവായിരുന്നു? പേര് സന്തോഷ് എം. സന്തോഷ് എം. അങ്ങനെയാണോ? അങ്ങനെയാണ് എന്റെ ഞാൻ ഇത് കേട്ട് കഴിഞ്ഞാൽ പ്രാസ കോമഡി ഞാൻ അടിക്കും. ഞാൻ അങ്ങനെ തൊരത്തരാ ഞാൻ. ഇങ്ങോട്ട് വന്നേ. ആ നിൽക്കുന്നത് പ്രതിപക്ഷമാണ്. ആണോ? ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് മെസ്സിയുടെ ശിഷ്യനാന്നാ പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാത്തേക്ക് പറഞ്ഞു വെച്ചാൽ അവൻ ഇതൊന്നും പറഞ്ഞില്ല. ഒന്നും പറയരുത്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അത് ശരിയാക്കാം. നിങ്ങൾ മെസ്സിയുടെ ശിഷ്യനാണ്, അടിപൊളി കളിക്കാരനാണ്, ഭയങ്കര ഹൈപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ വേറെ വിഷയമൊന്നുമില്ല, നമുക്കറിയാലോ കാര്യങ്ങൾ. ബോളിനെ കുറിച്ച് വല്ല അറിയാവോ? എനിക്ക് ഇത്ര വലിയ ബോളിനെ കുറിച്ച് അറിഞ്ഞൂടാ. പിന്നെ? ഈ ചെറിയ ബോളിന്റെ കേസൊക്കെ അതൊക്കെ അറിയാം. ക്രിക്കറ്റാ ഉദ്ദേശിച്ചേ? അല്ലല്ല, പിന്നെ ഈ പാനിപ്പൂരിയുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോളില്ലേ? ഞാൻ ബോംബെയിൽ പാനിപൂരി കച്ചവടമാണ്. എന്റെ ദൈവം. അപ്പോഴാണ് സാറിന്റെ അനന്തരവൻ മറ്റേ സുഭാഷ് രാമനാട്ടുകരയില്ലേ, അവരാണ് എന്നോട് പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, ഇങ്ങനെ വർക്കൊണ്ട് കൊണ്ട് പോകാൻ ചോദിച്ചു. അവൻ പറഞ്ഞു പൈസ ഇപ്പോഴും ചോദിക്കലേ, തരത്തിലെന്ന്. അത് വേറെ പറഞ്ഞ വേറെ കേസേ. എന്നിട്ട് അങ്ങനെ അവന്റെ കെയർ ഓഫിലാണ് ഞാൻ വന്നത്. പാനിപൂരിയുടെ കാര്യമൊന്നും ഇവിടെ മിണ്ടിപ്പോകും. ഇല്ല, ഞാൻ മിണ്ടത്തില്ല. ഇവിടെ മെസ്സിയുടെ ശിഷ്യൻ അത്രേ ഉള്ളൂ. ഓക്കെ, അത്രയും ഞാൻ പറയത്തു. ഈ സംരംഭം വിജയിച്ചാൽ ഒരു ജോലി ഞാൻ ഇവിടെ തരും, പിന്നെ തിരിച്ചു ബോംബെക്ക് പോകേണ്ട കാര്യമില്ല. എനിക്കിവിടെ ജോലി സെറ്റ് തരുമോ? എന്താ ജോലി? ഈ താലൂക്ക് ഓഫീസിലെ ഇങ്ങോട്ട് നോക്കി, ആംബുലൻസ്. താലൂക്ക് ആഫീസിലാണോ ആശുപത്രിയിലാണോ? താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് ഓടിക്കുന്ന ഒരു ജോലി. അയ്യോ, നടക്കത്തില്ല. ഈ 108 ആംബുലൻസ് ഞാൻ എങ്ങനെ ഓടിക്കും? ഓരോ ആംബുലൻസ് ഞാൻ ഓടിക്കാം, ബാക്കി 107 ആരെയും നശിപ്പിക്കരുത്. എന്ത് വേണമെങ്കിലും തരാം. ആണോ? അവിടെ എനിക്കൊന്ന് കയറ്റി വെക്കണം, അത് പ്രതിപക്ഷം. ഹലോ, ചേരാത്ത വിഗുച്ച മാഡം, പേരെന്തായിരുന്നു? ലില്ലി പൂത്തോട്ട. ലില്ലി പൂത്തോട്ടെ, കായ്ച്ചോട്ടെ. ഇനിയിപ്പോ അത് കഴിഞ്ഞാൽ പറയത്തുള്ളെങ്കിൽ പിന്നെ അത് എങ്ങാനും ഒരു കാര്യമൊക്കെ. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ പേര് ലില്ലി, സ്ഥലം പൂത്തോട്ട, അങ്ങനെ പറഞ്ഞതാ. ഇവിടെ തൊട്ടടുത്താ? തൊട്ടടുത്താ. ഞാൻ വന്നതാണ്. അതെ 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 അതെ. അപ്പൊ മെസ്സിയായിട്ടൊക്കെ നല്ല അടുത്ത പരിചയം കാണുമല്ലോ. കൊള്ളാം. മെസ്സി എന്ന് പറഞ്ഞ എന്റെ ആശാനല്ലേ? ആണോ? പിന്നെ പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ആ പുള്ളിയുടെ ആശാൻ ഞാനാന്ന് പറയും. അത് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് കോശം അങ്ങനത്തെ ഒരുത്തനാ ഞാനേ. അതപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മെസ്സിയായിട്ട് നല്ല അടുത്ത ബന്ധമാണോ? മെസ്സിയായിട്ട് ബന്ധമാണോ അറിയാമോ എന്നൊക്കെ ചോദിച്ചത് എന്തോ പറയും. മെസ്സി ആരാന്നറിയാമോ? ആരാ? എന്റെ അമ്മയായിരുന്നു മെസ്സി, എന്റെ പെങ്ങളായിരുന്നു മെസ്സി, ഞങ്ങളുടെ അയലത്ത് വാടകയ്ക്കുന്ന ചേച്ചിയായിരുന്നു മെസ്സി, എന്റെ കുഞ്ഞമ്മയായിരുന്നു മെസ്സി. അല്ലല്ലേ, ഇത് ഏതൊരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറഞ്ഞതല്ലേ? അടിച്ചെടുത്ത് അപ്പോഴത്തേനും ഇതാ ഞാൻ മെസ്സിയോട് ഞാൻ പറയും, ആചാരം ഇതൊക്കെ പറയിപ്പിക്കല്ലേ, വല്ലൊരു അടിച്ചെടുക്കുന്നു. ഞാനേ അതൊക്കെ പോട്ടെ. എനിക്ക് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം അർജന്റീനയുടെ കളിയാണ് കേട്ടോ. ഓ ശരി. ഞാനും ഈ അർജന്റീന ഫാനാണ് ഞാൻ. ആണോ? സത്യം പറഞ്ഞാൽ ഞാൻ ടിവിയിൽ കളിയല്ലേ അവിടെ ഉണ്ടെങ്കിൽ അർജന്റീനയുടെ കളി മാത്രമേ ഞാൻ കാണത്തുള്ളൂ. അതെന്താ? അതാകുമ്പോ ഈ അർജന്റീനയുടെ കളി വരുമ്പോഴാണ് ഈ ഗാലറി നല്ല അമ്പുള്ളാർ വന്നിരിക്കും കേട്ടോ. ഞാനങ്ങനെ അതല്ല, ഞാനേ അർജന്റീനയുടെ കളി നടക്കുന്നതിന് അന്ന് മുഴുവനും ഞാനൊരു എല്ലാ പെൺകുട്ടികളും എന്റെ എല്ലാ കൂട്ടുകാരേക്കും ഞാൻ വാമോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ വാമോസ് അർജന്റീന എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത് ആ ബോംബെയിൽ ഇപ്പോഴും കേസ് കിടക്കണം എന്റെ പേര്. എന്ത് കേസ്? അതായത് ഞാൻ ഈ വാമോസ് അർജന്റീന എന്ന് പറഞ്ഞ് ഒരു പെൺകൊച്ചിന് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. സ്പെല്ലിംഗ് തെറ്റിപ്പോയി, വിഷയമായി. എന്ത്? ഈ വാമോസ് അർജന്റീനയ്ക്ക് പകരം സ്പെല്ലിംഗ് തെറ്റിയിട്ട് വാമോളൂസേ അർജന്റ എന്നായിപ്പോയി. അയ്യോ, കലിപ്പായി കേസ് കിടക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാൻ. ഞാൻ പാനിപ്പൂരിയുടെ കാര്യം പറഞ്ഞു. അതല്ല, ഓരോരോ തമാശകൾ പുള്ളി അനുഭവങ്ങളാണല്ലോ പറയുന്നത്. ഈ ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറ. ഫുട്ബോളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ടിട്ട് കാറ്റൊക്കെ വീർപ്പിക്കുന്ന ഒരു സാധനമാണ് ഫുട്ബോൾ. അതായത് ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എനിക്ക് കേരളത്തില് എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് ആണ് ഉള്ളത്, ബാക്കിയെല്ലാം അവിടെ ആണല്ലോ. അങ്ങനത്തെ ഒരുത്തനാ ഞാൻ. അപ്പൊ ഈ കേരളത്തിൽ ഷൈജു ദാമോദരനെ അറിയാം? പിന്നെ അറിയാം. അറിയോ?
അങ്ങനെ തറപ്പിച്ച് ചോദിച്ചൊന്നും അറിയത്തില്ല. പറഞ്ഞോ. ഈ ഷൈജു ദാമോദർ അദ്ദേഹം ഞാനോട്ട് അടുത്ത ബന്ധമാണ്. ആണോ? സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലാണ് പുള്ളി ആ ജോമെട്രി ബോക്സ് എടുത്ത് കയറത്ത് പോലും ഉള്ളൂ. ജോമെട്രി ബോക്സാ? മറ്റേ ഇത് പറയുമ്പോ എങ്ങനെ കമന്റ് ബോക്സ് അപ്പൊ അങ്ങനത്തെ കമന്റ് മറ്റേ പറയുന്ന ബോക്സ് അല്ല ഞാൻ നിങ്ങൾ ശരിക്കും എവിടെന്നാ വരുന്നത് അതാദ്യം പറഞ്ഞു. ഞാൻ ബോംബെ നിന്നാണ് എന്റെ അമ്മ സത്യം. എന്റെ ഈ ചേരാത്ത വികാണ സത്യം ഞാൻ ബോംബെ നിന്ന് വരുവാണ്. ഞാൻ പറയുന്നത് ഇത് ആരാന്നും പറഞ്ഞ ഫുട്ബോൾ മാന്ത്രികനാണ്. ഫുട്ബോൾ മാന്ത്രികൻ മനസ്സിലായോ? ഞാൻ ഭയങ്കര സംഭവങ്ങൾ ഞാൻ കാണിക്കുന്നത് ഞാൻ. പിന്നെ സത്യം പറഞ്ഞ ഞാൻ നമ്മൾ ഈ നഖച്ചുറ്റ് വരത്തില്ലേ, കുഴിനോക്കം വരുമ്പോ നാരങ്ങ ഇങ്ങനെ കയറ്റി കിടത്തില്ലേ, അതുപോലെ ഫുട്ബോൾ വെച്ചിട്ട് ഇങ്ങനെ കറക്കുമല്ലോ ഞാൻ. എന്നിട്ട് ഈ ഇവിടെ ഇത് വെച്ചിട്ടാ ഞാൻ ബനിയൻ ഇടുന്നത്. ഫുട്ബോൾ പോകാതെ ഞാൻ ബനിയൻ ഊരും, പിന്നെ ഇങ്ങനെ ഇടും. അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കും. പിന്നെ വേറെ ഉഗ്ര ഒരു സാധനം ഞാൻ കാണിക്കും കേട്ടോ. അത് സത്യം പറഞ്ഞ അങ്ങനെ ആരും കാണിക്കാത്ത ഇങ്ങനെ നടക്കും ഞാൻ. അങ്ങനത്തെ ഒരു ഐറ്റം എൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പുള്ളിയുടെ കയ്യില്. അല്ല അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഫുട്ബോൾ കാലുകൊണ്ട് തൊടാറില്ലേ? അങ്ങനെ ചെയ്തോളൂ നമ്മള്. കാരണം വെച്ചാൽ എന്റെ ആശാം മെസ്സി ഒപ്പിട്ട് തന്ന ഫുട്ബോളാണിത്. കണ്ടോ? ഇത് വല്ല കണ്ടെത്തിയിട്ട് എവിടെ കഴിഞ്ഞാൽ ഈ ഒപ്പ് മാഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യത്തില്ല. അല്ല ഞാൻ ഇയൊക്കെ ശരിക്കും ഫുട്ബോൾ മെസ്സിയുടെ കൂട്ടുകാരൻ തന്നെയാണോ അത്? നിങ്ങൾ എന്ത് നിങ്ങൾ എവിടെന്നാ വരുന്നത് അത് പറ. ഞാൻ ബോംബെ നിന്നാണ്. എന്റെ അമ്മ ബോംബെ നിന്നാണ് വരുന്നത്. ബോംബെ പോയിട്ടുണ്ടോ? ബോംബെ പോയിട്ടില്ല. ഭാഗ്യം. അല്ല പിന്നെ ഞാൻ അതേ കയറി അപ്പം പിന്നെ നിങ്ങൾ ചുമ്മാ ഈ ബോംബെ അതൊക്കെ വിട്. നമ്മുടെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ പറ. പുള്ളിയുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അതെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറ. വീട്ടിലിപ്പോ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ഛൻ? അതൊക്കെ ഒരു കഥയാണ് ചേട്ടാ. പറഞ്ഞു. അതായത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ അച്ഛൻ എന്റെ അമ്മയുടെ കാൽച്ചൂട്ടിൽ ഒരു പന്തായിരുന്നു. അമ്മച്ചി എപ്പോഴും അച്ഛൻ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ തട്ടി കളിക്കുമായിരുന്നു. അങ്ങനെ തട്ടി കളിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അച്ഛൻ. ഒരു ദിവസം ഒരു പാതിരാത്രി സമയത്ത് അപ്പുറത്തെ ശ്രീദേവി ചേച്ചിയായിട്ട് ഞങ്ങളുടെ അച്ഛനെ പിടിച്ചു. അന്ന് ഞങ്ങളുടെ അമ്മച്ചി ഒരൊറ്റ പെനാൽറ്റി കിക്ക്. അതിനുശേഷം അച്ഛൻ തന്തനാനോ തന്താനോ. അല്ല അച്ഛന്റെ കാര്യം പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. അല്ല ഇപ്പൊ പാടിയ തന്താനോ തന്തനോ ഇല്ല. അല്ല ശരിക്കും നിങ്ങൾ ഗോൾ അടിച്ചിട്ടുണ്ടോ? ഗോൾ അടിച്ചോ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഗോൾ ഞാൻ ഒരു പ്രാവശ്യം ഗോൾ അടിച്ചിട്ടുള്ളൂ. ഞാൻ എപ്പോഴും ഗോൾ അടിക്കാൻ പറ്റത്തില്ല. വേറെ ഒന്നും പറയാം, നമ്മുടെ ടീമിൽ നിൽക്കുന്നവന്മാർക്ക് എന്നെ കുശുമ്പ്. നമ്മൾ ഒരു ഗോൾ അടിച്ചാൽ പിന്നെ അടുപ്പിക്കില്ല. കാരണം ഇപ്പൊ ഒരു ഗോൾ ഞാൻ അടിച്ചിട്ട് ഇവന്മാരെല്ലാം കൂടി ഓടി വന്ന് എന്റെ മുതുകത്ത് കയറിയെന്ന്. പിന്നെ എന്നെ കമത്ത് ഞാൻ മുട്ടടിച്ച് വീണ് എന്റെ ഡിസ്കും പ്രശ്നമായി. അപ്പുറത്തെ ടീമുകാരാണെങ്കിൽ പറയാൻ വൈരാഗ്യം കൊണ്ടാന്ന്. ഈ സ്വന്തം ടീമിലുള്ളവന്മാർ നമ്മുടെ മുതുകത്ത് കയറുന്ന കാര്യമാണ്. ഞാൻ അത് പിന്നെ ഞാൻ സംഭരം തരാം. ഞാൻ പിന്നെ അടിച്ച് കയറും. അതുകൊണ്ട് എന്നെ തളത്ത് നടു തളത്തിയിട്ടാ പിന്നെ കളിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, കപ്പെടുത്താളാ. അതെന്തോ ഞാൻ കേട്ട കപ്പടത്താളോ? അതെന്തുവാ കപ്പടത്താളാ? കപ്പെടുത്താളല്ലേ? ഈ ചേമ്പും താളം കേട്ടോ. ഈ കപ്പടത്താള എന്തുവാ? കപ്പെടുത്താളല്ലേന്ന്. കപ്പടത്താളല്ലേ? അങ്ങനെ ചോദിക്കട്ടോ. ഇയാളെന്തോ ഈ കലാചാര ഭാവിന്റെ പീറും വെച്ചോണ്ട് ഇയാളെ കാര്യം പറയും. കപ്പെടുത്താളല്ലേ? കപ്പടത്തോണ്ട് കേക്ക് അങ്ങ് പിടിച്ചിട്ടുള്ളൂ തന്നെ. അതെന്ത് പിന്നെ മത്സരത്തിന് മുമ്പ് അതിന് വെച്ചിരിക്കുന്ന കപ്പടത്തോണ്ട് ഞാൻ ഓടിയാ പിന്നെ പിടിക്കില്ല. അങ്ങനെ പിടിച്ചോ? എന്നെ മാറ്റിക്കരുത്. ഞാൻ അങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ മറ്റേ പാനിപൂരിയുടെ പറയട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? അല്ല നിങ്ങളെ ഇത് മെസ്സിയുടെ ശിഷ്യനാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങൾക്ക് ഈ ഫുട്ബോളിൽ പാരമ്പര്യം വല്ലതും ഉണ്ടോ? പാരമ്പര്യം ഉണ്ടോന്നൊക്കെ എന്റെ അപ്പൂപ്പൻ ഫുട്ബോൾ കണ്ട് പ്രാന്തായ ഒരുത്തന അറിയാം. കണ്ടോ? അത് ശരി. അപ്പൊ അത്രയ്ക്ക് ആരാധകനാണോ? ആരാധനയല്ല. പുള്ളി വൈകുന്നേരം വീഡിയൊക്കെ വരച്ചോണ്ട് ഈ കണ്ടത്തിന്റെ സൈഡിൽ പോയിരിക്കും. അപ്പൊ പിള്ളേർ ഈ വയലിൽ ഫുട്ബോൾ കളിക്കുമ്പോ ഏതോ ഒരു കുരുത്തങ്കട്ട ചേർക്ക് കാലി വീശി ഒറ്റയടി ആ ബോൾ വന്ന് അപ്പൂപ്പനെ തലക്കടിച്ച് അന്ന് ഭ്രാന്തായിട്ട് നടക്കും. ഞങ്ങളുടെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തമാശക്കുള്ള ഉത്തരങ്ങളൊക്കെ പറയും. കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചോദിക്കുക, അല്ലാണ്ട് വെറുതെ നിങ്ങൾ സംശയിക്കരുത്. അല്ല എനിക്കത്ര വിശ്വാസം ഇത് മെസ്സിയുടെ ശിഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുട്ബോൾ കളിക്കത്തില്ലെന്ന് പറയാം. പുള്ളി സാധാരണക്കാരനല്ല, ഫുട്ബോൾ കളിക്കുന്ന ആളല്ല. കോച്ചല്ലേ? നമ്മൾ റമ്മല്ലേ കൂടുതൽ സ്കോച്ച് അടിക്കാണ്ട് നമ്മളെ കാച്ചിരിക്കണം. കോച്ചിന്റെ കാര്യമല്ല പറഞ്ഞത്. കോച്ചല്ലേ? കോച്ച് വലത്തെ കാലേ കോച്ച്, ഇടത്തെ കാലേ കോച്ച്, അങ്ങനെ ഓരോരോ. ഇല്ല എനിക്ക് വിശ്വാസമില്ല. ഈ പ്രസിഡന്റ് നമ്മളെ കളിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഫുട്ബോൾ അറിയത്തില്ല. എനിക്കറിയാം ഫുട്ബോൾ, ഞാൻ കളിക്കുന്നതല്ലേ. എന്നാ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നമ്മുടെ ഈ ഫുട്ബോളില് ഫ്രീ കിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ കിക്ക് അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കൂടെ വൈകുന്നേരം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. ആണോ? വൈകുന്നേരം കൂടെ ഞാൻ പറയായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ ഈ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഷെയർ ഇട്ട് സാധനം കൊടുക്കും. അപ്പൊ നമ്മൾ ഇട്ടില്ലെങ്കിൽ അമ്മമാര് ഷെയർ ഇട്ട് സാധനം കൊടുക്കുമ്പോൾ ഞാൻ കയറി ഒട്ടും. എന്റെ അങ്ങനത്തെ ഒരു തന്നെ ഞാനേ. അപ്പൊ അങ്ങനെ അമ്മമാരുടെ കൂടെ ഫ്രീ ആയിട്ട് അടിക്കും, കിക്കാവും. അതാണ് യഥാർത്ഥത്തിൽ ഫ്രീ കിക്ക്. അപ്പൊ പിന്നെ ഞാൻ പാനിപ്പൂരിയുടെ പറയാം. ശരി എന്നാലേ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ സിസർ കട്ട് എന്ന് പറഞ്ഞാൽ സിസർ കട്ട്. സോറി, അതിപ്പോ കാണിക്കാൻ നിർവാഹമില്ല. ഞാൻ 1.5 വർഷം മുമ്പ് വലി നിർത്തി, അല്ലെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു. ഞാൻ എനിക്ക് വലിയ നിർത്തിയ കാര്യമാണോ പറഞ്ഞേ? വലിയ നിർത്തിയ കാര്യമല്ല, സിസർ കട്ട്. ഞാൻ മറ്റേ പാനിപ്പൂരിയുടെ ഞാൻ പറയുന്നത്. ഫുട്ബോൾ കളിയില്ല, എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ. അല്ലല്ല എനിക്ക് പ്രസിഡന്റ് നമ്മളെ കളിപ്പിക്കുക. ഇയാള് മെസ്സിയുടെ ശിഷ്യനൊന്നും അല്ല. അല്ലല്ല
ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹെഡ് ചെയ്യൂ. ഞാൻ ഒരു മനുഷ്യന് ഒരു ഉപദ്രവം ഇല്ലാത്ത മനുഷ്യനാ. ഞാൻ സൈഡിൽ കൂടെ നടന്നു പോകും, പിന്നെ ഞാൻ അങ്ങോട്ട് ആരും കയറി ഹെഡ് ചെയ്യത്തില്ല. ഞാൻ എന്റെ അടുക്ക വന്നാ പിടത്തൂല, ഞാൻ അങ്ങനത്തെ ഒരുത്തനാ ഞാൻ. നിന്റെയൊക്കെ വന്ന പിടത്തില്ലാത്ത കാര്യമാണോ പറഞ്ഞത്? ഹെഡ് ചെയ്യുമോന്നു നീ തല വെച്ച് ഫുട്ബോൾ കളിക്കുമെന്ന് ചോദിച്ചു. എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണ് എന്റെ തലച്ചോറ് കലക്കി. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഫുട്ബോൾ വെച്ച് ഇങ്ങനെ ഹെഡ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനെ എനിക്ക് ഒന്നാ ഈ മൈഗ്രൈന്റെ പ്രശ്നമുള്ളതാ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഞാൻ ഇങ്ങനെ ഹെഡ് വെച്ച് അടിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഇപ്പൊ ഈ ശബരിമല പോകുമ്പോ മറ്റേവര് വിളിക്കുന്ന പോലെ ടോളി ടോളി ആ ശബ്ദമാ തലയ്ക്കകത്ത്. അത് പിന്നെ അത് ചെയ്യത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യും. ശരി, അത് പോട്ടെ. നിങ്ങൾ ചെസ്റ്റ് കൊണ്ട് കളിക്കാറുണ്ടോ? ചെസ്റ്റ് കൊണ്ട് ഈ ചങ്കത്ത് വേനെ ഹാർട്ടിന് അതുകൊള്ള എന്നെ കൊല്ലാൻ അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തീരുന്ന കാര്യമല്ലോ. എന്തിനാ ഫുട്ബോളിന് അതൊക്കെ ചെയ്യുന്നത്? എന്റെ പ്രസിഡന്റ് ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? ശരി പോട്ടെ. ഷോൾഡർ ഈ ഷോൾഡർ വെച്ച് കളിച്ചിട്ടുണ്ടോ? എന്നിട്ട് വേണം ഇവിടുത്തെ ലിഗമെന്റ് കയറ്റിട്ട് അത്തുകൂടത്തിന്റെ കൈ കിടന്ന് അടിക്കാനാണെങ്കിൽ ഇങ്ങനെ നടിക്കാൻ എന്റെ കൈ അല്ലേ? അതൊന്നിന്റെ ആവശ്യമില്ലല്ലോ ഫുട്ബോളിൽ. ശരി, എല്ലാം പോട്ടെ. നമ്മൾ ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ കാല് കൊണ്ട് കളിക്കുന്ന കളിയാ. അത് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മുട്ടുകൊണ്ട് കളിക്കാറുണ്ടോ? മുട്ടിന് തേയ്മാനം വെച്ചോണ്ട് ഞാൻ ഈ മുട്ടുകൊണ്ട് കളിച്ചു. നമ്മൾ മനസ്സിലാക്കുന്നത് എന്റെ പൊന്ന് മെസ്സിയുടെ ശിഷ്യ, ഞാൻ ഈ ബോൾ ഇങ്ങനെ ഇട്ട് തരും. എന്നിട്ട് ഇത് കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടാവോ? ഇതൊക്കെ ആണ്ടതെ ബൈക്കാന്ന് വേണ്ടി കണ്ണൻ ചേർത്താർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കമ്പി ഇട്ടേക്കുക. ഈ കമ്പി കൊണ്ട് തുളഞ്ഞേറി ഫുട്ബോൾ കൊട്ടി വെച്ച് പിന്നെ അതിന്റെ കാര്യങ്ങൾ വരും. അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല. എന്തിനാ? ഇല്ല, ഇത് പറ്റിപ്പോ നിങ്ങൾ കളിക്കാൻ അറിയത്തില്ല. എനിക്കറിയാന്ന് കളിക്കാൻ. ഞാൻ മെസ്സിയുടെ ശിഷ്യനാണെന്നല്ലോ പറയുന്നത്. നിങ്ങൾക്ക് കളിക്കാൻ അറിയത്തില്ല. ഞാൻ കളിക്കും. നിങ്ങൾ കളിക്കത്തില്ല, പിന്നെ പകരം നിങ്ങൾ കളിക്കും എന്ന് പറഞ്ഞ് ആൾക്കാരെ കളിപ്പിക്കും. പൊടി നല്ലൊരു സ്കിറ്റ്, നല്ലൊരു ഐഡിയ ആവാം. ബിജുക്കോട്ട ചേട്ടാ. ശ്യാമേ, രാജേഷേ, ബിജു, നല്ല കിടിലൻ കണ്ടന്റ് ആയിരുന്നു കേട്ടാ. പഞ്ചായത്ത് ഗ്രൗണ്ടിലും പഞ്ചായത്തിലോ ഓഫീസിലോ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടി മെസ്സി വരുമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഊഹിക്കാനുള്ള നടക്കാത്ത കാര്യമാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ തമാശകൾ നല്ലായിരുന്നുണ്ട്. കാരണം പുള്ളിക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങൾ, ആ വഴി കൂടെ റബ്ബർ തൊട്ട് അതെ, അതിന് എന്നെ ഉൾപ്പെടുത്തിയത് നല്ല രസമായിട്ടുണ്ട്. കാരണം മെസ്സിനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ എന്തിനാ അവിടം വരെയും പോകണത്? ഒരു ഒറ്റ കോളിൽ അങ്ങോട്ട് ബുക്ക് ചെയ്താൽ പോരായിരുന്നു. ഒറ്റ കോളിൽ ബുക്ക് ചെയ്യാൻ ബിജുക്കുട്ടൻ്റെ മെഗാ ഷോ എന്ന്. അത് ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മെസ്സിനെ ഒന്നും അങ്ങനെ കാണാനേ പറ്റില്ല. ഇവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റുമെന്ന് തന്നെ നമുക്കറിയാൻ പറ്റില്ല. പിന്നെയാണ് ഒറ്റയ്ക്ക് നിന്നിട്ട് മെസ്സിനെ വിളിക്കാൻ പോണ കാര്യങ്ങളൊക്കെ. പക്ഷെ ക്ലൈമാക്സോട് അടുക്കുമ്പോഴേക്കും കുറച്ച് എന്താണ് പറഞ്ഞത്, ഒരു കൗണ്ടർ കുറവും പിന്നെ ഈ ആദ്യം ഉണ്ടായിരുന്നൊരു ആകാംക്ഷ അവസാനം വരെ നിലനിർത്താൻ എൻ്റെ പേഴ്സണലായിട്ട് എനിക്കത് അങ്ങോട്ട് അവസാനം വന്നപ്പോഴേക്കും ഈ പറഞ്ഞ ഹൈപ്പിലേക്ക് ഒരു 100 എന്നുള്ള സെറ്റപ്പിലേക്ക് വന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ബൂസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് അങ്ങ് പോകല്ലേ വേണ്ടത്. പിന്നെ എന്തോ ആ ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഒരു തളർച്ച പോലെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, മെസ്സിയുടെ ആ ഒരു ആഗ്രഹപ്രകാരം നിൽക്കുകയാണെങ്കിൽ, ആ ഒരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മനോഹരമായിട്ടുള്ള സ്കിറ്റ് ആയേനെ. ഇത് വലിയ കാര്യങ്ങളാണ് ചെയ്ത് വെച്ചാക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയൊരു കാര്യമായിപ്പോ എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കി മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ്. നല്ല സ്കിറ്റാണ്. ഈ കാലഘട്ടത്തിന് പറ്റിയ സ്കിറ്റാണ്. ഈ സ്കിറ്റ് നിങ്ങളൊരു 2 മാസം മുമ്പാണ് അവതരിപ്പിച്ചിരുന്നെങ്കിലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് അവതരിപ്പിച്ചാലും ഇതിൻ്റെ പവർ ഉണ്ടാവില്ല. ഇതിനകത്ത് ബിജു പറഞ്ഞ പോലെ ഒരുപാട് കോമഡി കൊണ്ടൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള പഴയ ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ സിദ്ദിഖിൻ്റെയൊക്കെ ദുബായ് മാനുണ്ട്, എൻ്റെ ഫറീസിൻ്റെ ലണ്ടൻ കാക്ക എന്നൊക്കെ പറഞ്ഞ ഐറ്റമുണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഹ്യൂമറാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്കൊക്കെ ഇത് കാണാനായിട്ട് ഈ ഒരു സാധനം കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു TV പിന്നെ മാറ്റില്ല, അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. ശരിക്കും നിങ്ങൾ ഇത്രയും വലിയൊരു മനുഷ്യനെ ഈ പഞ്ചായത്തിൽ കൊണ്ടുവന്ന ആ ഒരു ചിന്ത വളരെ നന്നായിരുന്നു കേട്ടോ. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു രീതിയിൽ. വളരെ ബെസ്റ്റ് ചേട്ടാ. കുറച്ചും കൂടി കോമഡി വേണം, അത്രമാത്രം. താങ്ക് യു നസീർക്ക. ഈ വേദിക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. അതറിഞ്ഞ് നിങ്ങൾ പെരുമാറുന്നുണ്ട്. അതായത് കണ്ടന്റുകൾ തപ്പിയെടുക്കുന്ന കാര്യത്തിലും കൗണ്ടറുകൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ നിങ്ങൾ ആ ഒരു റൂട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പഞ്ചിലുള്ള കളിയാണ്. നമുക്ക് യാതൊരു ബോറിങ്ങും ഇല്ലാതെ, തമാശകൾ കുറവാണെങ്കിൽ പോലും നിങ്ങൾ നല്ല ഫാസ്റ്റിൽ കളിച്ച് എന്താണ് സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിന് അനുസരിച്ചുള്ള സ്പീഡ് കൊടുത്ത് ആ സ്റ്റേജ് നമ്മളെ മുഴുക്കി ഇങ്ങനെ ഇരുത്തുന്ന രീതിയിൽ പ്ലേ ചെയ്യാനുള്ള കഴിവുള്ള 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. പിന്നെ നമുക്ക് ഇവിടെ വേണ്ടത് തമാശയുടെ ഒരു കുറേ അധികം തമാശകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യം അതാണല്ലോ നമ്മുടെ എല്ലാ ഷോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നം അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ ചെയ്യണം. കണ്ടന്റുകൾ തപ്പിയെടുക്കുന്ന കൂടെ തമാശയും കൂടെ തപ്പിയെടുക്കാനായിട്ടുള്ള ശ്രമം കാണിക്കണം. 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ കൊടുക്കാം. ഓക്കെ, ആരാണ് ആദ്യം മാർക്ക് കൊടുക്കുന്നത്? പ്രസാദേട്ടും കൊടുക്കട്ടെ. ചേട്ടാ, ഒരു 10 തുടങ്ങി 10,000 രൂപ ഞാൻ കൊടുക്കാം.
ഞാനൊരു 11,000 രൂപ കൊടുക്കാം. അപ്പൊ രണ്ടുപേരോട് ചേർത്ത് 21,000 രൂപ ആയിട്ടുണ്ട്. പെട്ടെന്ന് പഞ്ചായത്ത് വളവിൽ നിൽക്കുന്നു. പഞ്ചായത്ത് കൂടാണല്ലോ, അതെ അടച്ചു കഴിഞ്ഞു. പിടിച്ചോ. ആ ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. ഉഷാറായിട്ട് വരൂ. ഇനി പല ആൾക്കാരും നമുക്ക് നാട്ടിലേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഉഷാറായിട്ട് അങ്ങനെ എടുത്തിരാ ഞാൻ. ശരി. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ അടുത്ത സ്കിറ്റ് നമ്മുടെ സുധീഷ് മുള്ളൂരുണ്ട്, ബിജോർഗി ചേട്ടനുണ്ട്, കൂടെ ശംഭു. ഒരു നല്ല കൈയടി. വല്ല കാര്യം ഉണ്ടായിരുന്ന ആവശ്യമില്ലാതെ ഓരോന്നിടത്ത് തലമണ്ടയിലോട്ട് വെക്കും. ബിജുക്കുട്ടണ്ണ, ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും ഇല്ലെന്നൊന്ന് പറഞ്ഞേക്കണേ. സംഭവം വേറെ ഒന്നുമല്ല. ഇന്നലെ 2 എണ്ണം അടിക്കാൻ വേണ്ടി ഞാൻ ഒരു ബിവറേജിൽ പോയി കുപ്പി എടുക്കാൻ വേണ്ടി. കറണ്ട് പോയ സമയമായിരുന്നു. ഭയങ്കര അടിയും ബഹളവും. SI വന്ന് അവിടെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ആ തക്കം നോക്കി SI പുഴുങ്ങിയ 2 മുട്ട മോട്ടിച്ചിട്ട് തിരിഞ്ഞതും അവിടുത്തെ ഗുണ്ടയായിരുന്നു കച്ചവടക്കാരൻ. ഒറ്റ വെട്ട്. ഈ വെട്ട് ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല. SIയും കണ്ടില്ല. SI തിരിച്ചിരിക്കുകയല്ലായിരുന്ന. സാക്ഷിയാണോ? ഇപ്പൊ സാക്ഷിയാണ്. ഞാനിപ്പോ SIയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, സാറിന് വന്നാ മതിയെന്ന്. പക്ഷെ പ്രശ്നം ഇപ്പൊ അതല്ല. ഗുണ്ട ഈ കാര്യം അറിഞ്ഞ് ഞാൻ പറയണമെങ്കിൽ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കിട്ടും. ഞാനിപ്പോ എന്തെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും എന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഞാൻ ഇവിടുന്ന് നാട് വിടാൻ പോവേണ്. ഗുണ്ടയുടെ കാര്യത്തിൽ തീരുമാനമാകും. ആരാ? ഉതുപ്പ്, കാട്ടാക്കട ഉതുപ്പ്. എടാ, പോലീസിന്റെ ചന്തിക്ക് ഞാൻ കത്തിക്ക് വരഞ്ഞ കാര്യം നീ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നല്ലടാ. അത് കണ്ട ഏക വിൻസെന്റ് നീയല്ലടാ. അല്ല, ഞാൻ സുനിലാണ്. അല്ല, നീയാണ് വിൻസെന്റ്. അയ്യോ, എന്റെ പേര് സുനില്. നാട്ടുകാര് പറഞ്ഞല്ല കണ്ട വിൻസെന്റ് നീയാണെന്ന്. ഫിറ്റ്നസ് ആണോ എന്ന് വെച്ചാ ദൃക്സാക്ഷി? ഈ സാക്ഷി തന്നെ, നീയാണ് സാക്ഷി എന്ന് പറഞ്ഞത്. എടാ, എനിക്ക് നീ പറഞ്ഞു കൊടുത്ത, എനിക്ക് സ്റ്റേഷനിലോ കോടതിയിൽ കയറുന്നൊന്നും എനിക്ക് വലിയ പുത്തരിയല്ല. പിന്നെ ഇപ്പോഴത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് എന്റെ മോടെ കല്യാണമായി ഇരിക്കുവാണ്. അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്താ മോളുടെ പേരെന്തുവാ? ഹിന്ദു തണുപ്പ്. ഈ പെമ്പിള്ളർക്കാരെങ്കിലും ഹിന്ദു തണുപ്പ് എന്നൊക്കെ പേരുള്ളൂ. മോഹൻലാലിന് ഹിന്ദു ചൂടൻ എന്നിടാങ്കി എന്റെ മോക്ക് ഹിന്ദു തണുപ്പ് എന്നിട്ടാൽ ആർക്കടെ കുഴപ്പം? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം അവസാനമായിട്ട് ചോദിക്കുവാ. നീ എന്റെ കാര്യം ആ പോലീസിനോട് പറഞ്ഞു കൊടുക്കാൻ പോണെന്ന് ഞാൻ അറിഞ്ഞു. നീ പറഞ്ഞു കൊടുക്കൂടാ? പറയോ നീ? കാരണം ഞാനൊരു പൗരനാണ്. എനിക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ഞാനൊരു കേരളീയനാണ്, ഭാരതീയനാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായ പോലീസുകാരനോട് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. നിന്റെ ധൈര്യം സമ്മതിച്ച് ഇതുവരെ ഒരാണും എന്റെ നേർക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. നിനക്ക് ഞാൻ വല്ലതൊക്കെ തരണമല്ലോ. ദൈവമേ, അങ്ങനെ എന്തായാലും കൊടുക്കണം. ഇല്ലെങ്കിൽ പാവം ചെറുക്കനല്ലേ. അയ്യോ, സ്നേഹം കൊണ്ടാണോ? സ്നേഹം കൊണ്ടാണോ? സ്നേഹം കൊണ്ടല്ല. നീ ദീപാവലിക്കൊക്കെ ഇങ്ങനെ കത്തിച്ച് വിടുമ്പോ മേളിൽ പോയി പൊട്ടിത്തെറിച്ച് കുട പോലെ വരുന്നൊരു വാണം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിന്ന് കാണാം. ഈ മാലയില് ബോംബാ. മാലയിലല്ലോ, മഹാരാഷ്ട്രയിലല്ലേ ബോംബെ. ചാവാൻ നേരവും നിന്റെ കോമഡി അതല്ല. ഈ മാലയില് ബോംബാണ്. ഈ റിമോട്ട് ഇട്ട് പൊട്ടിക്കും ഞാൻ. അയ്യോ, പൊട്ടിക്കല്ലേ. പൊട്ടിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ രൂപമോ കാര്യങ്ങളോ ഒന്നും പോലീസ് വരുമ്പോ നീ പറഞ്ഞു കൊടുക്കരുത്. അയ്യോ, ആരോ വരുന്നു. നമുക്ക് തികയോടെ ഒരു അരയും കൊണ്ടുവന്ന് ഒരു ഫുള്ള് കൊണ്ടുവരാൻ പറ. അയ്യോ, അതല്ലെന്ന് ആരോ വരുന്നു. പോലീസുകാരൻ വരുന്നുണ്ട്. നിന്നെ ഞാൻ കൊല്ലും. അയ്യോ, അയ്യോ, വേദന സഹിക്കാൻ പറ്റില്ലേ? അയ്യോ, സഹിക്കാൻ പറ്റില്ല. ഭയങ്കര പലഹാര കൊതിയൻ തന്നെ അല്ലേ? പലഹാര കൊതിയനാ? തിന്നാനുള്ള എന്തോ ഒളിപ്പിച്ചോണ്ട് വെച്ചോണ്ട് പോന്ന്. അയ്യോ, തിന്നാനുള്ള ഒളിപ്പിച്ചോണ്ട് വന്നതല്ല. ആർക്കോ തിന്നാൻ വേണ്ടി കൊത്തി എരിഞ്ഞോണ്ട് പോയ എന്റെ ബാക്കി കൊണ്ട് വരണയാണ് ഞാൻ. ആരാ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? ഞാൻ. സാറേ, പോലീസ് സ്റ്റേഷൻ ആകുമ്പോ പലരും വിളിക്കും. ഞാൻ വിളിക്കും, ഇവര് വിളിക്കും, ബിജുക്കുട്ടൻ, അവരെ ബാക്കിയുള്ളവരെല്ലാം വിളിക്കും. അതിനെന്താണ് ഇത്ര ഇത്? അതല്ലെന്ന്. ദൃശ്യം കണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ആരെന്ന് പറ. ദൃശ്യം ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഇവ എന്തോന്നായി പറയണത്? അതല്ല, ഞാൻ ബീവറേസിന്റെ അവിടെ വെച്ച് 3 മുട്ട മോട്ടിച്ചോണ്ട് പോയപ്പോ എന്റെ ബാക്കിൽ കുത്തിയില്ലേ? അത് ആരെന്ന് നിനക്കറിയാം? അറിയാം. നിന്റെ വായിന്ന് അവന്റെ പേര് ഞാൻ കേക്കും. അവൻ കൊറേ പറയും. അല്ല, അവൻ കൊറേ പറയും. അവന്റെ കൊറേ സംഭവം ഉണ്ട്. അവൻ പറയാൻ വെച്ചേക്കണം. പറയട്ടെ, കുറെ സാധനങ്ങളെല്ലാം പറയട്ടെ. നീ ആണോ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത്? അതെ. ഈ ദൃസാക്ഷി നീ ആണല്ലോ. നിന്നെ കൂടാതെ ഇവിടെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. അച്ഛൻ ആരാണ്?
അമ്മയുടെ ഭർത്താവ്. അല്ല അമ്മ ആരാണ്? അച്ഛന്റെ ഭാര്യ. എന്താണ് പറയണത്? അതല്ല, അച്ഛനും അമ്മയ്ക്കും എന്താണ് ജോലി ഇന്ന്? അമ്മ സേനയിലുണ്ട്. കരസേനയിലാണോ നാവികസേനയിലാണോ? ഏത് സ്ഥലത്താണ്? ഇവിടെ പഞ്ചായത്തിലാ. ഹരിതകർമ്മസേന. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ ഒന്നുമില്ല. ആരുടെ ഇത്? കൂട്ടുകാരൻ, അളിയൻ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫിക്സ് ചെയ്യടേ നിങ്ങൾ. ഞാൻ അവന്റെ സ്വന്തം അളിയനാണ്, പക്ഷെ അവന്റെ കൂട്ടുകാരനെ പോലെ കാണുന്നത്. കൂട്ടുകാരന്മാർ അങ്ങനെ വേണം. ഇവിടെ പല വിശേഷങ്ങളിലും അവനെ വിളിച്ചൊരു ഓണം, ക്രിസ്മസ്, അങ്ങനെ കാര്യങ്ങള്. ഇത്തവണ ദീപാവലി ആഘോഷിച്ചായിരുന്നോ? ദീപാവലി ആഘോഷിച്ചു, പക്ഷെ ഇതിന്റെ വേദനയും മറ്റേ ഈ മഴയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ദീപാവലി അങ്ങോട്ട് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ പറ്റി. സാറ് കറക്റ്റ് സമയത്താണ് വന്നത്. എന്താണ്? ഇന്ന് മേളിൽ പോയി പൊട്ടിത്തെറിച്ച് ഒരു കുട പോലെ വരുന്ന സംഭവം ഇന്ന് കാണാം. ഞാൻ പോണേന് മുമ്പ് പൊട്ടിക്കണേ. പിന്നെ പോണതിന് മുമ്പ് പൊട്ടിക്കുവല്ല, മാറ്റി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണായിരിക്കും അല്ലേ? കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടേ ഇത് പൊട്ടിക്കൂ. പിന്നെ പോലീസിന്റെ ചന്തിക്ക് കുത്തിയില്ലേ, അത് നീ ഞാനും അല്ലാതെ വേറെ ഇവനറിഞ്ഞൂടല്ലോ. അറിയത്തില്ല. അറിഞ്ഞൂടല്ലോ. അറിയാം. അല്ല, അറിയത്തില്ല. അറിഞ്ഞൂടാ. അത്രയല്ലേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഏകദേശം ഒരു രൂപം കിട്ടിക്കഴിഞ്ഞാ നമുക്ക് അവനെ കണ്ടുപിടിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്തോ പറ്റിയതാണ്? ഇതെന്തോ പറ്റിയതെന്ന്, അതായത് ഞാൻ നൈറ്റ് പെട്രോളിംഗ് കഴിഞ്ഞ് പറഞ്ഞ വഴിക്ക് കുറച്ച് തീവ്രവാദി ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തീവ്രവാദി ഒരു വെടിവെച്ചു, ചെറുതായിട്ട് ഉണ്ട ഇങ്ങനെ സൈഡ് വെച്ച് തട്ടിക്കൊടുത്തു. അത്രേ സംഭവിച്ചുള്ളൂ. ആ മോട്ടിച്ച മുട്ട എവിടെ കൊണ്ടുവച്ചു? രണ്ടെണ്ണം അപ്പോഴേനെ തിന്നിയായി. മുട്ട അല്ല, മുട്ട പടക്കം ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞതാ. പടക്കം ഞാൻ പോണേന് പൊട്ടിക്കണം കേട്ടാ. പിന്നെ പൊട്ടിക്ക് എവിടെ? അപ്പൊ പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തിരക്കാൻ മതി. മനസ്സിലായി? എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയും. വനിതാ പോലീസിന്റെ അടുത്തൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ഭയങ്കര വളപ്പാണ്, ഭയങ്കര വരപ്പാണ്. പിന്നെ എടേ, നമ്മളാ ദൃസാക്ഷി നീയാണല്ലോ, ആളെങ്ങനെയുണ്ടേ? സൂപ്പർ ആളാ. മദ്യപാനവും സിഗരറ്റ് വലിയും ഒന്നുമില്ല. വീട്ടിൽ കയറ്റാൻ കൊള്ളാം. ഒരു പെണ്ണുങ്ങളെ കൊണ്ടൊന്ന് കെട്ടിച്ചു വിടട്ടെ ഞാൻ. എടാ, അതാണ് ഞാൻ ചോദിച്ചത്. ഈ കുറ്റം ചെയ്തില്ലേ, എന്നെ കുത്തിയിട്ട് ഓടിയില്ലേ, ആ ആള് എങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെ ഇരിക്കും അത് പറ. ആള് പറ. ഈ പോലെ പൊട്ടും. പൊട്ടും എന്തോ എന്നെ പോലെ സാറേ. നിങ്ങളെ പോലെയാണോ? അല്ലേ, സാറിനെ പോലെ. എന്നെ പോലെയാണ് എന്നെ പോലെ ഇരിക്കണ ഏകദേശം എനിക്ക് വരച്ചോപ്പിക്കാൻ പറ്റും. പിന്നെ ആളുടെ തല എങ്ങനെ ഇരിക്കും? കഴുത്തിന് മുകളിലിരിക്കും. പിന്നെ ബാക്കിയുള്ളവരെ തലയൊക്കെ മറ്റേ ഉള്ളംകാലിലല്ലേ ഇരിക്കുന്നത്. എടാ, തല എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഏത് ഷേപ്പിലിരിക്കും? വട്ടമാണോ, ഓവലാണോ, ചതുരമാണോ, നീണ്ടതാണോ? ത്രികോണം. ചതുരം. ചതുരോ? ഡയമണ്ട്. ഡയമണ്ടാ? എന്റെ തല എങ്ങനെ ഇരിക്കും എന്ന് പറ. വരക്കെട്ടിയായി ഉണ്ട കണക്കിരിക്കും. ഉണ്ട കണക്കിന് ഉണ്ട പോലത്തെ തല. പിരിവുണ്ടോ? പിന്നെ ആഴ്ചയിൽ വരും അണ്ണാച്ചി വന്ന് പൈസ മേടിച്ചോണ്ട് പോകും. എന്തോന്നു പിരിവുണ്ടോന്ന് വെച്ചു? തുണി അണ്ണാച്ചി വരാറുണ്ട് ആഴ്ച വരും. അണ്ണാച്ചിയാ? ഓ, പിരിവുണ്ടോന്ന് വെച്ചു. എടാ, പിരികമുണ്ടോ? പിരികം എങ്ങനെയാണെന്നല്ലേ ഞാൻ ചോദിച്ചത്. കാലം വെച്ചോണ്ട് ഈ പുള്ളിയെ കണക്കുണ്ട്. അവനെ പോലെ ഇരിക്കുമല്ലേ? അല്ല, എന്നെ കണക്ക്. നിന്നെ കണക്കിരിക്കോ? സാറിന്റെ പുരിക കണക്കിരിക്കും സാറേ. എന്നെ പോലെയാണ്. എന്റെ പുരികമാണെങ്കിൽ എനിക്ക് വരയ്ക്കാൻ എളുപ്പമാണല്ലോ, ഈസി ആണല്ലോ. ഈ പല്ലൊക്കെ എങ്ങനെയാണ്? അല്ലാണ്ട് ഈ പുള്ളിയെ കണക്കിരിക്കും. പുള്ളി കണക്ക്. എന്റെ പല്ല് കണക്ക്. നിങ്ങളെ പല്ല് കണക്കാ? അല്ല, സാറിന്റെ പല്ല് കണക്ക്. എന്റെ പല്ല് കണക്ക്. എന്റെ പല്ല് കണക്കാണെങ്കിൽ വരയ്ക്കാൻ എളുപ്പമുണ്ട് കേട്ടാ. ആ ഇടേ, വരച്ചു വന്നപ്പോ നാട്ടെങ്കിൽ എന്റെ ഫോട്ടോ നോക്ക്. അപ്പൊ സാറ് സ്വന്തമായിട്ട് ചന്തിക്ക് വെട്ടിയതാണല്ലേ? അപ്പൊ സാറിന്റെ പടം വന്ന് സാറിന് ഷൈൻ ചെയ്യാം. സാർ രക്ഷോട്ടല്ലേ? സാറിന് തന്നെ പിടിച്ചിട്ട് ചോദ്യം ചെയ്തപ്പോ എന്തിനാ എന്നെ വെട്ടിയെന്ന് പറഞ്ഞല്ലേ? അതെ, പിന്നെ അപ്പൊ ക്ലോസ് ആയല്ലോ, സാറിന് ധൈര്യമായിട്ട് പോവാല്ല. ക്ലോസ് ആയില്ല. പിന്നെ പടം വരെ പൊളിഞ്ഞ് അത് വിട്. എൻകൗണ്ടർ കുഞ്ഞുഞ്ഞെന്നാണ് എന്നെ അവിടെ അറിയപ്പെടുന്നത്. അതായത് കുറ്റവാളികൾ ഇറങ്ങി ഓടുമ്പോൾ വെടിവെച്ച് തള്ളിയിട്ട് ഞാൻ പിടിക്കും. അങ്ങനെ എന്തുമാത്രം കുറ്റവാളികളെ പിടിച്ചിട്ടുണ്ട്. അത് സാറാണോ? അത് ഞാനാണ്. ടിവിയൊക്കെ വാർത്ത വന്നത്. അയ്യോ, സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു സാറെ സംഭവം എന്താണെന്നറിയോ? എന്തോ? സാറിന് ഇത് പത്രത്തിൽ ടിവിയിലൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സാറിന് ഒന്ന് അനുമോദിക്കണമെന്നും പറഞ്ഞ് ഇരിക്കരുത് സാറേ. പിന്നെ സാർ ഒരുപാട് അനുമോദനം പോണ സ്ഥലത്തല്ല എൻകൗണ്ടർ കുഞ്ഞുഞ്ഞിന് അനുമോദനങ്ങളും ബഹളവും. ഒരു മിനിറ്റ്, ഇവനെ പറഞ്ഞു വിട്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പൊട്ടിക്കും. എന്തോന്നിട്ട് പൊട്ടിക്കും? മാലയുണ്ടല്ലോ, നോക്ക്. ദൈവമേ, ഈ മാല ആരിട്ട് തന്നത്? അനുമോദനം. മാല ഊരി മേടിക്കേ. ഇനിയിപ്പോ എന്തോ സാർ, ഞാൻ ഒരു കാര്യണ്ടേ, ഇപ്പൊ ഈ പ്രതിയെ കാണുന്ന ഇവൻ പുറത്ത് ടെൻഷനിലൊക്കെ പറഞ്ഞായിരിക്കും അങ്ങനെ തെറ്റിപ്പോയതാണ്. ഈ ബിവറേജിൽ കറക്റ്റ് സാറിനെ വെട്ടിയവനെ അറിയണമെങ്കിൽ CC ക്യാമറ നോക്കിയാ പോരെ? അയ്യോ, നോക്കിയാ അറിയത്തില്ല ആരാന്ന്. ഇവന്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഈ ബുദ്ധി അങ്ങോട്ട് പോയില്ലായിരുന്നു. CCTV നോക്കിയാ മതി. കേരള പോലീസിൽ പോലും ഇത്ര ബുദ്ധിയുള്ള പോലീസുകാരില്ല. അതുകൊണ്ട് ഈ മാല കിടക്കാൻ യോഗ്യൻ താങ്കളാണ്. ഒരു കുഴപ്പമില്ല. ഇല്ല.
എനിക്ക് വേണ്ട. പൊട്ടിക്കട്ടാ പൊട്ടിക്കട്ടാ ഇതെവിടെ നിർത്തത്? പൊട്ടിക്കല്ല് പൊട്ടിക്കും പൊട്ടിക്കല്ല് പൊട്ടിക്കും പൊട്ടിക്കല്ല്. എവനാണ് സാറേ പൊട്ടിക്കേണ്ടത്? പൊട്ടിക്കല്ല്? വന്ന സമയത്തോട് സാറിന്റെ അടുത്ത് പൊട്ടിക്കണോ ചോദിച്ചാ ചോദിച്ചു പറ്റ വടക്കല്ലേ എന്റെ സാറ് ബിവറേജിന്റെ അവിടെ സാറിന് വെട്ടിയതാരാ? അവനെ കുത്തി ഞാൻ ദാ നിൽക്കുന്നത്. എന്നിട്ട് ഞാനിത് സാറിനോട് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ എന്റെ ഇവിടെ ബോംബ് കൊണ്ടിട്ടത്. അറിയോ? പൊട്ടിക്കട്ടോ സാറേ? പൊട്ടിയില്ലേ വേണ്ട. പൊട്ടിക്കും. വേണ്ട. കൈയുടെ ചന്തിക്ക് പൊട്ടിക്കരുത്. പൊട്ടിക്കും പൊട്ടിക്കരുത്. 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 ആവണില്ല പൊട്ടിക്കരുത്. ആകുന്നില്ല. പൊട്ടിക്കരുത്. 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 നോക്കട്ടെ. ഇല്ല വർക്കാവില്ലടാ ഇത്. എനിക്കൊരു അരമണിക്കൂർ തരുമോ? റിമോട്ട് മാറിപ്പോയി. വീട്ടിൽ ഇരുന്ന് AC-യുടെ റിമോട്ട് എടുത്തോണ്ട് ബോംബിന്റെ റിമോട്ട് അവിടെ ഇരിക്കണതേ ഉള്ളു. പോയിട്ട് വന്ന് നിങ്ങൾ കറക്റ്റ് ഇവിടെ നിന്നാ പോയിട്ട് വരുന്നു, നമ്മൾ പൊട്ടിക്കുന്നു കറക്റ്റ് ആയിട്ട്. എനിക്ക് നേരത്തെ ഇവൻ പറഞ്ഞല്ലോ പൊട്ടിക്കണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പൊട്ടിയിൽ കാണാനുള്ള ഒരു കുളിർമയിലാണ് ഞാൻ ഇവിടെ നിന്നത്. സാറിന് പൊട്ടിപ്പോണ്ടാ പോരെ? പൊട്ടിപ്പോണ്ടാ മതി. അങ്കിൾ ഒന്നും വന്നേ. റിമോട്ട് ഇല്ലാതെ എങ്ങനെ പൊട്ടിക്കും? നേരമായിട്ട് സാറിന് പൊട്ടിപ്പ് കാണേണ്ടി വന്നല്ലോ. ഇത്ര പോരെ? നല്ലൊരു ഉഷാറായിട്ടൊരു കയ്യടി നസീർക്ക. കൊള്ളായിരുന്നു, രസമുണ്ടായിരുന്നു. നിങ്ങൾ നല്ല രസമായിട്ട് ചെയ്തു ഉള്ളത് കേട്ടോ. നല്ല വൃത്തിയായിട്ട് അത് ചെയ്തു. പിന്നെ ആ ബോംബിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേഞ്ചിനുള്ള സിറ്റുവേഷൻസുകളൊക്കെ നല്ലതായിരുന്നു. SI അത് പറഞ്ഞപ്പോൾ പുള്ളിയെ അനുബോധിച്ച് ആ സാധനം തിരിച്ച് അങ്ങോട്ടിട്ടു. ആ SIക്ക് വേറൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തപ്പോൾ ആ സാധനം തിരിച്ച് ഇങ്ങോട്ട് വന്നു. ലാസ്റ്റ് എത്തേണ്ട സ്ഥലത്ത് തന്നെ ആ സാധനം ചെന്നെത്തി. ക്ലൈമാക്സ് മാത്രം ഒരു പഞ്ചിലേക്ക് വന്ന് അവസാനിച്ചില്ല. കാര്യം ആ കളിച്ച് വന്നതിൻ്റെ ആ ടെമ്പോ ആ ക്ലൈമാക്സ് വന്നപ്പം ഒരു ചേർച്ചക്കുറവ് പോലെ ഫീൽ ചെയ്തു. എന്താ നല്ല ഇടിച്ചങ്ങോട്ട് നിന്നില്ല. ആ ഒരു കുറവേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കുറവ്. പിന്നെ തമാശയുടെ കാര്യം അറിയില്ല. നിങ്ങളുടെ സ്ക്രിപ്റ്റ് എപ്പോഴും നല്ല വൃത്തിയുള്ളതും തെറ്റിക്കാതെയും കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ടീമിൽപ്പെട്ട മെയിൻ ടീമാണ് നിങ്ങൾ. ചിലതിൻ്റെ അകത്തൊക്കെ നമുക്ക് തമാശകളുടെ ഒരു കുറവേ ഉള്ളൂ. പക്ഷേ കളി നല്ല വൃത്തിയാണ്, കണ്ടിരിക്കാനും രസമാണ്. മൊത്തത്തിലൊരു രസം ഉണ്ടായിരുന്നു. തമാശയുടെ ഒരു ചെറിയ പോരായ്മയും എൻഡിൻ്റെ ഒരു പഞ്ച് കുറവും, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദേട്ടാ. ഈ കോമഡിയുടെ പൾസ് എന്ന് പറയുന്നൊരു സാധനം കൃത്യമായിട്ട് പഠിച്ചവരാ നിങ്ങൾ. അതാണ് കൃത്യമായിട്ട് ആ മാല. നമ്മുടെ ജൂനിയർ മാൻഡ്രേക്ക് സിനിമ പോലെയാണ് ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ സാധനം ആരടുത്ത് വരുന്നു അതെടുത്ത് അങ്ങോട്ട് മാറ്റാനായിട്ട് ഓരോരുത്തരും നോക്കുന്നത്. ഇത് അതേപോലെ തന്നെയാണ്. ഇത് ഒരു സത്യം പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്കൊരു പോലീസുകാരൻ ബിജു വരുന്നത്, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാല എടുത്ത് അങ്ങോട്ടിട്ട് കൊടുക്കുന്നു, മാല ഇങ്ങോട്ട് കൊടുക്കുന്നു. അവിടെ നമുക്ക് ഹ്യൂമർ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത് കോമഡിയുടെ ഒരു പൾസ്. ആ പൾസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ശരിക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗംഭീരമായിട്ട് വിജയിച്ചു ആ കാര്യത്തിൽ. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കി എല്ലാം ഗംഭീരമായിരുന്നു. പെർഫോമൻസിൻ്റെ കാര്യം പിന്നെ ശംഭുവിൻ്റെ നിങ്ങളുടെ ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാത്തിലും നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് വരിക. നിങ്ങൾ വരും എന്നറിയാം. താങ്ക് യു ബിജുക്കട ചേട്ടാ. എനിക്ക് തോന്നുന്നത് ഈ സ്കിറ്റ് ഗംഭീരമാക്കാവുന്ന ഒരു സ്കിറ്റാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഒരു സ്കിറ്റായിരുന്നു. ഇതിനകത്തുള്ള ഹ്യൂമർ എന്ന് പറഞ്ഞാൽ രേഖാചിത്രം വരയ്ക്കുമ്പോഴുള്ള സാധനം അതിനകത്താണ് ശരിക്കും ഹ്യൂമർ വേണ്ടിയിരുന്നത്. കാരണം ബിജുവിൻ്റെ തോന്നുന്നു, അവരെ തോന്നുന്നു, ഇയാളെ പോലെ തോന്നുന്നു. ശംഭു തന്നെ പറയണ്ടല്ലോ, ഇയാളെ പോലെ ഇരിക്കുന്നു പൊട്ടു എന്ന് പറയുമ്പോൾ അല്ല എന്നെ പോലെ. അവിടെ എനിക്ക് കുറച്ച് ലാഗ് പോലെ ഫീൽ ചെയ്ത്. അവിടെ നമുക്ക് പ്രതീക്ഷക്കൊത്തുള്ളൊരു തമാശകൾ കുറവായിപ്പോയി. അത് ഈ കണ്ടന്റിൽ അത് ചേർത്തത് നന്നായി. പക്ഷെ ആ ചേർക്കലോടൊപ്പം അതിന് നമുക്ക് രസം കൂട്ടണമല്ലോ, അതിനുള്ള രസത്തിനുള്ള കൗണ്ടറുകൾ കുറവായിരുന്നു. അതുപോലെ ഈ മാല മാറിപ്പോകുന്നത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള തമാശ ഉണ്ടോ. ശരിക്കും സിനിമയിലൊക്കെ ഒരു റീസൺ ഉണ്ടല്ലോ ഇനി മാറിപ്പോണേന്. എന്താണ് മാറിപ്പോകാനുള്ളത്, ഇയാൾക്ക് ഇട്ട് കൊടുക്കാനുള്ള കാരണം എന്താണ്, അത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അത് കാരണം നമുക്കിപ്പോൾ ഏറ്റവും അവസാനം തന്നെ നമുക്ക് സുധീഷിലേക്ക് ആ മാല വരുന്നത് എങ്ങനെയാണ്, അയ്യോ കേരള പോലീസിൽ പോലുമില്ല ഇത്ര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ, നിനക്കിരിക്കട്ടെ ഈ മാല, അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ എവിടെയോ ഇത്തിരി തമാശ കുറഞ്ഞു പോയിട്ടുണ്ട്. ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു നമ്മൾ അടിയല്ലല്ലോ, പൊട്ടിക്കലല്ലേ ഉദ്ദേശിച്ചാണ്. ഞാനൊരു പൊട്ടിക്കൽ കൊടുത്താൽ അങ്ങനെ ആ പൊട്ടിക്കൽ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ അത് ഒരു അസ്ഥാനമാണോ, ഒരു പഞ്ച് കുറവുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ പൊട്ടിക്കൽ എന്ന് പറയുന്നതും അടിക്കണൊക്കെ കറക്റ്റ് തന്നെ ഇരുന്നു. അതിനകത്തൊരു തീവ്രത വന്നില്ല, ആ ഒരു കുഴപ്പമുള്ളൂ. പക്ഷേ ഇതിനിടയ്ക്ക് കുറച്ച് വലിച്ചിൽ വന്നതുകൊണ്ടാണ് ആയിരിക്കും ചിലപ്പോൾ അതിനൊരു വലിയൊരു ഇത് കിട്ടാതിരുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെല്ലാം നികത്തിയിട്ട് നല്ല ഗ്രാൻഡായിട്ട് വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഗ്രാൻഡായിട്ട് വന്നാൽ മതി കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ആ മാല മാറുന്നുണ്ട്
ഉണ്ടല്ലോ 3 പേർക്ക്, ഒരു റൗണ്ടും കൂടെ മാറ്റായിരുന്നു നിങ്ങൾക്ക്. ഒരു റൗണ്ടും കൂടി ഇതെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അവരുടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്താൽ കുറച്ചുകൂടെ ഹ്യൂമർ വർക്കൗട്ട് ആയിരുന്നു. ഒരു റീസൺ ഉണ്ടാക്കിയിട്ട് അയാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകൂടെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർഫുൾ ആയേ. റീസൺ തന്നെ ഞങ്ങൾ കുറച്ച് പണിപ്പെട്ടിട്ടൊക്കെ. എന്തായാലും അപ്പൊ ഇതിന്റെ മാർക്സ് ആരാണ് ആദ്യം തരുന്നത് നടക്കുന്നത്? ബിജു ചേട്ടാ. ഞാൻ തരാം. ഞാനൊരു 10 മാർക്ക് കൊടുക്കാം. 10,000 രൂപ. 10,000 രൂപ. പ്രസാദേട്ടാ? ഞാനൊരു 12 തരാം. അപ്പൊ 22,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക? ബാക്കിയുള്ള ഇതാ ടോട്ടൽ 50,000 രൂപ. നല്ല എമൗണ്ട് ആണ്. നമുക്കത് പോരാ. അടുത്തതിൽ സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് അത് പിടിച്ചു വരണം. ഓക്കെ സാർ? ഓക്കെ അല്ലേ? ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേരുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ ടീം വിളിക്കട്ടെ? അനിരുദ്ധ് ഉണ്ട്, തീർത്ഥമോളുണ്ട്, ആര്യത്തിനുണ്ട്. ഒരു നല്ല കൈഡി. എന്റെ മനുഷ്യ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് എന്തോ ചെയ്യാനാ? പിന്നെ ഇങ്ങനെയല്ല, എങ്ങനെ ഇരിക്കണം? കാണിച്ചാടി പോയിരുന്ന് കാണിച്ചാടി. എന്റെ മനുഷ്യ, നിങ്ങൾ എങ്ങനെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. ഇന്നേ ആ വർക്കിച്ചായനെ കാശ് കൊടുക്കേണ്ട ദിവസം, ഇല്ലെങ്കിൽ പുള്ളി ഇങ്ങോട്ട് വരും. പൊള്ളിയെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? പൊള്ളിയെങ്കിൽ വല്ല ആശുപത്രി കൊണ്ടുപോകണം. പൊള്ളിയല്ല, പുള്ളി ഇങ്ങോട്ട് കയറി വരുമെന്ന്. പൊള്ളി വന്നാലും വള്ളി വന്നാലും കൊടുക്കാൻ പൈസ വല്ലതും വേണ്ടേ? കൊടുക്കണം. ഇതൊക്കെ വേടിക്കുമ്പോ ഓർക്കണായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. വേടിക്കുമ്പോ ഓർക്കുന്നതല്ലല്ലോ പ്രശ്നം, തന്നവരത് ഓർക്കുമ്പോഴല്ലേ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ അതും ഇത് പറയാൻ അങ്ങനെ കാശ് കൊടുക്കാനുള്ള ഒരു വഴി നോക്ക്. വഴി നോക്കിയിരിക്കാൻ ഞാനാരാ? മോട്ടുമുയലോ? മനുഷ്യ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന മൊത്തം നിങ്ങൾ കേൾക്കേണ്ടി വരും. പറയുന്നത് കേൾക്കാനല്ലാതെ തിന്നാൻ പറ്റുമോ? എപ്പോ നോക്കിയാലും തിന്നണോ എന്നുള്ളൊരു ചിന്ത മാത്രമുണ്ട്. ആ ചിന്തയിലെങ്കിലും വല്ലതും നന്നായിട്ടൊന്ന് തിന്നോട്ടേ. ഞാൻ നിങ്ങൾക്കൊന്നും തിന്നാൻ തരുന്നില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ നിനക്കത് അറിയാം. പിന്നെ പിന്നെ എന്തിനാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? എടി, നിന്റെ ഈ ആട് ജീവിതം കാരണമാണ്. ആട് ജീവിതമല്ലല്ലോ, ആർഭാട ജീവിതം. നിന്റെ ഈ ആർഭാട ജീവിതം കാരണമാണ് ഞാൻ കടത്തിപ്പെട്ടിരിക്കുന്നത്. കടത്തിപ്പെട്ടിരിക്കാൻ നിങ്ങൾ എന്താ കുട്ടിച്ചാത്തനോ? കടത്തിപ്പെട്ടിരിക്കുന്നല്ല, കടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിന്റെ ഈ ദൂർത്ത് കാരണമാണ് ഞാൻ ഈ കടത്തിപ്പെട്ടിരിക്കുന്നത്. എന്റെ ഒരു 35 രൂപയുടെ തോർത്താണ് നിങ്ങൾക്ക് ഇത്രയും കടോ? തോർത്തെന്നാണോ ഞാൻ പറഞ്ഞത്? എടി ദൂർത്ത്, അധിക ചെലവ്. അധിക ചെലവോ? എന്റെ ഈശോയെ, നിന്റെ ഈ ഷോ കാരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തോ ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നിനക്ക് ബ്യൂട്ടി പാർലറിൽ പോണ്ടേ, സിനിമ കാണാൻ പോണ്ടേ, പിന്നെ നിനക്ക് ഈ ചുരിദാർ വാങ്ങിക്കണ്ടേ? അതിനൊക്കെ എന്തോരം പൈസ ചെലവാകുന്നേ. അല്ല, ഇതിനൊക്കെ കാശ് എപ്പോഴാ നിങ്ങൾ എനിക്ക് തന്നത്? തന്നില്ല. എനിക്കറിയാലോ, ഞാൻ കാശ് കൊടുത്തെങ്കിൽ അവൾ ഇതിനൊക്കെ ചെലവാക്കും. അതുകൊണ്ടല്ലേ നിനക്ക് ഞാൻ കാശ് തരാത്തത്. മനുഷ്യ, നിങ്ങൾ എന്നാ വർക്കിച്ചായനെ കാശ് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നോ? അതെപ്പോഴും പറയുന്ന പോലെ പറഞ്ഞു. എന്നിട്ട് കൊടുത്തോ? എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്തു. എന്നിട്ട് കൊടുക്കാത്തോണ്ടേ അങ്ങേര് നിങ്ങൾ കാശ് തന്നില്ലെന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. കണ്ടിരുന്നോ? കണ്ട സ്റ്റാറ്റസ് ഇല്ലാത്തവന്മാര് സ്റ്റാറ്റസ് ഇടുന്ന ഞാൻ എന്തിനു കാണണം? അങ്ങേര് കാശ് തിരിച്ചു ചോദിച്ചപ്പോ നിങ്ങൾ അങ്ങേരെ പിടിച്ച് ബ്ലോക്ക് ആക്കി. അയ്യോ, വർക്കിച്ചായൻ വരുന്നുണ്ട്. എന്തോ ചെയ്യും? വർക്കിച്ചായൻ കുറച്ചോണ്ടാണോ വരുന്നത്? അയ്യോ, വർക്കിച്ചായനല്ല, പട്ടി. വർക്കിച്ചായൻ പട്ടിയെ കണ്ട് കുറച്ചതാ. അല്ല, വർക്കിച്ചായനെ കണ്ട് പട്ടി കുറച്ചതാ. അങ്ങനെ പറ. എന്തോ ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല. അയാള് വരുമ്പോ തന്നെ നീ അയാളടുത്തോട്ട് പോണം, എന്നിട്ട് സംസാരിക്കണം. എന്തോ സംസാരിക്കണം? അത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? ഞാൻ ഇവിടെ ഇല്ലെന്നും പറഞ്ഞ അങ്ങനെ ഓട്ടിച്ചു വിടണം. അയ്യോ, വിശ്വസിച്ചില്ല, എനിക്കൊന്നും വയ്യ. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണേ. അയ്യോ, വടി കിട്ടിയത് നന്നായി, ഇല്ലായിരുന്നെ പട്ടി എന്നെ കടിച്ചാനെ. പലിശക്കാശ് വാങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന വഴി പലിശക്കാരന്റെ തലയിൽ തേങ്ങ വീണ് ദാരുണാക്കി. അതിനിവിടെ എന്തോ തേങ്ങ ഇരിക്കുന്നത് തല വീഴാനായിട്ട്. അയ്യോ, ആരിത്? വർക്കിച്ചായനോ? എപ്പോ വന്ന്? ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടില്ലേ? നന്നായി കേട്ടോ. അവനെ വിളി. ചേട്ടൻ ഇവിടെ ഇല്ല. എന്റെ പൊന്നു കൊച്ചെ, വർക്കിച്ചൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പലിശയും പലിശയും മേടിച്ചോണ്ടേ ഇവിടെ നിന്ന് പോവും. പലിശയുടെ പലിശ എന്താ ആവശ്യമില്ലാത്തൊക്കെ പറയുന്ന പലിശക്കാരാ? പലിശക്കാരനാ? എന്നാ വിളിക്കണ്ട.
പിന്നെ പലിശക്കാരല്ലാതെ കറവക്കാരാന്ന് വിളിക്കാൻ പറ്റൂ? കറവക്കാരനല്ലാതെ പലിശക്കാരാന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പൊ ഇതും പറ്റൂല, അത്രേ ഉള്ളൂ. എനിക്ക് നല്ലൊരു പേരുണ്ട്, വർക്കിച്ചൻ. അത് വിളിച്ചാ മതി. ഈ വർക്കിച്ചൻ എന്നുള്ള പേരിൽ ഒരു അച്ഛൻ കിടക്കുന്നോണ്ട് നല്ല പ്രായം തോന്നും. അല്ലെങ്കിൽ ചേട്ടൻ എത്ര പ്രായമൊന്നും ഇല്ലല്ലോ. ഓ, അപ്പൊ അതാണ് എന്റെ പെണ്ണുമ്പിള്ള നാട്ടുകാരെ മുമ്പിൽ വെച്ച് എന്നെ വർക്കിച്ചാന്ന് എന്നെ അങ്ങ് വിളിക്കണതല്ലേ? എനിക്ക് പ്രായമായി പറഞ്ഞോണ്ടെന്ന് അറിയിക്കാനായിരുന്ന. സങ്കടപ്പെടണ്ട കേട്ടോ, ഞാൻ വർക്കിച്ചായനെ വർക്കിച്ചേട്ടാന്നേ വിളിക്കും. വർക്കിച്ചേട്ടാ. പലിശക്കാശ് ചോദിച്ചു ചെല്ലുമ്പോൾ സ്ത്രീകൾ പലതും പറയും. പലിശക്കാശ് ചോദിച്ചു വാങ്ങുക. ഇതെന്താ വചനാണോ? ഇത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് പെണ്ണുമ്പിള്ള എഴുതി തന്നു. ഈ വിഷയം മാറ്റാതെ കാര്യം പറയടി. ചേട്ടൻ ഞാൻ വിളിച്ചാ സംസാരിക്കില്ല. ഞാൻ വിളിച്ചാലോ സംസാരിക്കില്ല. എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമല്ലേ? നിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കോ. അയ്യോ, എന്നെ ബ്ലോക്ക് ആക്കിയതൊന്നും അല്ല. അതിപ്പോ ചട്ടിയും കാലയാകുമ്പോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. എന്ന് വെച്ചാ കഴിഞ്ഞ ദിവസം അയാൾ ചട്ടിക്കിട്ടൊന്ന് തട്ടി, ചട്ടി പൊട്ടി. അത് കണ്ട് കാലം എടുത്ത് ഞാൻ അയാളുടെ തലക്കിട്ടൊന്ന് കൊട്ടി, തല പൊട്ടി. അതിനെ ശങ്കരനോടൊന്നും മിണ്ടുന്നില്ല. അല്ല, വർക്കിച്ചായൻ എന്തിനാ ചേട്ടനോട് സംസാരിക്കുന്നത്? വർക്കിച്ചേട്ടൻ എന്നോട് സംസാരിച്ച പോരെ? എനിക്ക് വയ്യ. മയക്ക് വർത്തമാനങ്ങൾ പലതും പറയും. കാശ് മാത്രമാണ് ലക്ഷ്യം. സ്വന്തം ഭാര്യ. നിന്നോട് ആർക്ക് സംസാരിക്കണോടി? എടി, എനിക്ക് അവനോടാണ് സംസാരിക്കേണ്ടത്, നിന്റെ കെട്ടിയോനോട്. അവനെ വിളി. നീ ഒരു സത്യം പറയാ. ഇനിയെങ്കിലും സത്യം പറ. നീ വർക്കിച്ചായന് ചേട്ടൻ കാശ് തരാനില്ലേ? അതുകൊണ്ട് വർക്കിച്ചായനോ അല്ല ചേട്ടന് സങ്കടമായി. ആ സങ്കടം ടെൻഷനായി. ടെൻഷൻ ഡിപ്രഷനായി. ഡിപ്രഷൻ എന്തോ ആയി? അതൊന്നും ആയില്ല, വയ്യാതായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാശില്ല. എന്റെ കുട്ടി കരയണ്ട. അവൻ ആശുപത്രി കൊണ്ടുപോയ എത്ര കാശ് വേണം മോളെ? ഈ വർക്കിച്ചായ തരും പോക്ക് കാശ്. എണ്ണൊന്നും വേണ്ട വർക്കിച്ചായ. പറ്റില്ല. ഒരു സെക്കൻഡ്. പരാതികൾ പലതും പറയും. ആവലാദികളിൽ അടിമപ്പെടരുത്. പലിശയും കാശും മുഖ്യം ബിഗിലെ സ്വന്തം ഭാര്യ. നീ നിന്റെ നമ്പരൊന്നും വേണ്ട. അല്ലെങ്കിൽ ഞാൻ തരുന്നു നിങ്ങൾക്ക് എന്റെ നമ്പർ. അയ്യോ, നിന്റെ ഫോൺ നമ്പറിന്റെ കാര്യമല്ല പറഞ്ഞത്. നീ കാശ് തരാതിരിക്കാനുള്ള നമ്പരൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട മോളെ. നീ മര്യാദയ്ക്ക് അവനെ വിളി. ഏറ്റില്ലല്ലേ? ലക്കലക്കലക്കാന്നല്ലേ വന്ന കാര്യം കളഞ്ഞിട്ട് പോടാ. അത് പറയാ നീ ആറാ സെറ്റപ്പാ. ഒരു സാരിയും ചുറ്റി വന്ന് ഒരു പൊട്ടും തൊട്ടിച്ച് അവൻ പറയുന്നു കേട്ടോ, വലിയ സെറ്റപ്പാന്ന്. ഇത്രയും വലിയ സെറ്റപ്പാന്ന് എന്റെ കാശും കേട്ടു. സെറ്റപ്പല്ല, സിറ്റപ്പാ. എന്നെന്ത് വയ്യേ? എന്തോന്ന് വെച്ചത്? ചിറ്റപ്പൻ. ചിറ്റപ്പനാ? അങ്ങേരുടെ ചിറ്റപ്പൻ, മരിച്ചുപോയ ചിറ്റപ്പൻ. ചിറ്റപ്പൻ എന്തിനു സോളൊക്കെ ചുറ്റി വന്നേക്കുന്നേ? അഴുക്ക പയലേ, നീ എന്റെ നേരെ കാശ് കടം വാങ്ങിച്ചിട്ട് എന്നെ അടുക്ക പയലേന്ന് വിളിക്കണോടാ. തീർന്ന കണ്ടത് നിജം, കാണാത്തത് പോയി. ഇത് പലിശയല്ല, കാശ്. ചേട്ടന്റെ മേത്തെ ചിറ്റപ്പന്റെ പ്രേത ആത്മബാധ കയറിയതാ. അല്ല, പലിശക്കാരൻ പലിശ ഒന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. ഏത് പലിശ, ഏത് കടം, എവളെ പലിശ சொல்லி தொலையடா. ചേട്ടൻ പൊക്കോ, ഞാൻ ഈ ബാധ ഒഴിഞ്ഞതിന് ശേഷം വിവരം അറിയിക്കാൻ പൊക്കോ. ഇത് ബാധയാണ് ഈ സാധനം. അതെ. കൊച്ചിന് പേടിയൊന്നുമില്ലേ? ഞാൻ കെട്ടിയപ്പോ തൊട്ട് ഈ ബാധയുടെ കൂടെ തന്നെയല്ലേ. എനിക്കും ബാധ പേടിയില്ല. ചേട്ടൻ കെട്ടിയത് ബാധയാണോ? അയ്യോ, അങ്ങനെയല്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ബാധ ഒഴിപ്പിക്കാൻ അറിയാം. ഞാൻ ബാധ ഒഴിപ്പിച്ചോളാം.
ബാധ ഒഴിപ്പിക്കാനൊക്കെ അറിയുമോ? ഈ ബാധ ഞാൻ ഒഴിപ്പിച്ചോ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം കേട്ടാ. വടി ഭാഗ്യത്തിന് പട്ടി ഓടിച്ചു, അതുകൊണ്ട് ഒരു വടി എടുത്തോണ്ട് വന്നു. ഓ ഇരിക്കവിടെ, അവിടെ ഇരിക്കാൻ. ഓൾറെഡി ചത്തതാണല്ലോ. ചിറ്റപ്പൻ ഓൾറെഡി ചത്തതല്ലേ? ചിറ്റപ്പൻ ചത്തു. ആ അതുകൊണ്ടല്ലേ ബാധയായത്. ഇനി 1001 അടിയും കൂടെ കൊടുത്താ പ്രശ്നം മാറും. 1001 അടിയോ? 1001 അടി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ വടി പോരാ, ഒരു 15 ചൂരൽ വേണം. ചൂരലേ നമ്മുടെ ഇവിടെ കിട്ടാനില്ല, ചൂരലേ ഇല്ല. കുഴപ്പമില്ല, ചൂരൽ മേടിച്ചിട്ട് ഇവന്റെ ബാധയും ഇറക്കിയിട്ട് ഈ വർക്കിച്ചൻ ഇനി ഇവിടെ നിന്ന് പോണുള്ളൂ. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ വർക്കിച്ച, തല്ലിക്കൊള്ളല്ലേ. ബാധയുടെ അടവ് കണ്ട? അയ്യോ ഇത് ബാധയുടെ അടവല്ല, ഇത് എന്റെ അടവ്. എന്റെ ഇപ്പൊ തരാൻ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ അടവിറക്കിയതാണ്. അയ്യോ എന്റെ ചേട്ടന്റെ മേത്ത് ബാധ ഒന്ന് കൂടിയില്ലേ. മോനെടാ, നിന്റെ ദേഹത്ത് ബാധ കൂടിയിട്ടില്ലെങ്കിലും ഇവള് നിനക്ക് വലിയൊരു ബാധ്യതയാണ്. എന്തോ ഓവർ ആക്ടിങ് ആണ് ഇവള്. മോനെ, ഞാൻ കുറെ കാലമായി ഈ പലിശ പരിപാടിയായിട്ട് നടക്കുന്നു കേട്ടാ. ഇതല്ല, ഇതിനപ്പുറം അടവുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പൈസ എപ്പോ തരും? പൈസ അടുത്ത മാസം 30-ാം തീയതി തീർത്ത് തരാം. ഇല്ല, നിന്നെ ഞാൻ തീർക്കും. പ്ലീസ്, ഞാൻ അടുത്ത മാസം പൈസയൊക്കെ തരാം. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു 2000 രൂപ തന്നേ പറ്റൂ. അതെന്ത്? ഈ കമ്പ്യൂട്ടറിന് ഇത്രയും അടി അടിച്ച് എനിക്കൊന്ന് ആശുപത്രി പോവാനായിരുന്നു. വെറുതെ കയ്യിലിട്ട് കളിച്ച് കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു. വലിയ ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങക്ക്? നല്ല ഉഷാറായിട്ടൊരു കൈയടി. ഇതാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ഐറ്റം മേറയിലെ വിജുകുട്ട ചേട്ടാ. നന്നായിട്ടുണ്ട് കേട്ടാ. നമ്മള് 3 പേരും നല്ല ക്യാരക്ടറായിരുന്നു, നല്ല ക്യാരക്ടറായിട്ട് തന്നെ ജീവിക്കുകയൊക്കെ ചെയ്തിട്ടാ. പിന്നെ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എവിടേക്കോ ഇത്തിരി കൺഫ്യൂഷൻ കിടപ്പുണ്ടല്ലേ? ഇത്തിരി കൺഫ്യൂഷൻ. ക്ലൈമാക്സ് ആരാ പറയണ്ടേ അല്ലേ? അടിച്ചു നിർത്താൻ പറ്റിയ ക്ലൈമാക്സ് തന്നെയായിരുന്നു. പക്ഷെ അത് അവിടെ അവള് മൈൻഡ് വേറൊരു, അവള് മറന്നുപോയത് അല്ല. വിചാരിച്ച് ഞാനെന്തോ പറയുമെന്ന്. കഴിഞ്ഞാണോ അവളെ? പക്ഷെ അപ്പൊ മറ്റടുത്തന്നെ നിർത്തിയാ മതിയായിരുന്നു. അത് നല്ല ക്ലൈമാക്സ് ആയിരുന്നു രണ്ടും. അപ്പൊ ഈ ഗ്യാപ്പ് വരുമ്പോഴാണ് ആ ക്ലൈമാക്സിന് പഞ്ചില്ലാതെ വരുന്നത്. ക്ലൈമാക്സ് നല്ല ക്ലൈമാക്സും പഞ്ചോടെ നിർത്തിയിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. ഇപ്പോഴും രസക്കുറവൊന്നുമില്ല, ആ ഗ്യാപ്പ് നിങ്ങളുടെ കൺഫ്യൂഷൻ കാരണം അന്ന് അങ്ങനെ പോയെന്നുള്ളു. പിന്നെ ഈ ആര്യദത്ത് നന്നായിരുന്നു കേട്ടോ. ആര്യദത്ത് ആ ഒരു വേരിയേഷൻ ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അനിരുദ്ധ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഒരു കറക്റ്റ് ഒരു ഇന്നസെന്റ് ആറിനൊക്കെ മുതലാളിയായിട്ട് വന്ന അതേപോലെ തന്നെ ആ മഞ്ഞ ജുബ്ബയും അതുപോലെ ഷർട്ടും ആ ഒരു പേഴ്സും പിന്നെ മോട്ടിവേഷൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല കേട്ടോ. അതുപോലെ തീർത്ത നന്നായിട്ടുണ്ട് കേട്ടോ. തീർത്തപ്പോൾ ഒരു സംശയമൊക്കെ വന്നെങ്കിലും ആ റേഞ്ച് ഭയങ്കര വരുന്നു. ആ ഒരു എന്താ പറയണ, ഒരു വീട്ടിലെ ഒരു ഇയാളെ ഭർത്താവിന് ശരിക്കും അറിയാവുന്ന ഒരു ഭാര്യ തന്നെയാണ്. അതുപോലെ തന്നെ മുതലാളിയുടെ ഭാര്യയ്ക്കും ഭർത്താവിന് നന്നായിട്ട് അറിയാം. 3 പേരും നന്നായിരുന്നു കേട്ടോ. ഇപ്പം റേഞ്ചൊക്കെ നല്ല ഗ്രാൻഡ് ആയിരുന്നു. കുറച്ച് തമാശകൾ എവിടെയോ കുറവുണ്ട്, അത് ഇവർ പറയോട്ടോ. അത് ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ് ഏട്ടാ. അനിരുദ്ധ് സ്കൂളിലൊക്കെ പോകുമ്പോ കോപ്പി അടിക്കാറുണ്ടോ? തൊണ്ടുകൊണ്ടില്ല അല്ലേ? എവിടെ നിന്ന് ഈ ഐഡിയ കിട്ടി? അതായത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. കാരണം ഭർത്താവ് IAS കാരനായാലും ഭാര്യ 4ാം ക്ലാസ് വരെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഭർത്താവിൻ്റെ എല്ലാ വീക്ക്നെസ്സും മനസ്സിലാക്കാൻ പറ്റണ ഈ ഭാര്യമാർക്ക്. അതാണ് ഈ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ ഒരു വലിയ കഴിവ്. അത് വളരെ കറക്റ്റ് കണ്ട, കൃത്യമായിട്ട് പറഞ്ഞു ജീവ, അത് കറക്റ്റാണെന്ന്. അപ്പൊ ഈ ഭാര്യമാരുടെ കഴിവ് പറഞ്ഞു തരുമ്പോ നമ്മൾ നമ്മളത് തിരുത്താൻ പോരുത് അല്ലേ? അല്ല, കറക്റ്റാന്ന് പറഞ്ഞത് ജീവയാണല്ലോ, ഞാനല്ലല്ലോ. അപ്പൊ ഇവർക്ക് വിദ്യാഭ്യാസമല്ല, ഞാൻ താഴ്ത്തി പറഞ്ഞതല്ല, വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അതാണ് മറ്റേ ഹസ്ബൻഡ് IAS ആയിരിക്കും, 4ാം ക്ലാസ് ആയിരിക്കും. പക്ഷേ ഈ IAS കാരൻ്റെ കള്ളത്തിനെ മുഴുവൻ പിടിക്കാനായിട്ട് ഈ ഭാര്യമാർക്ക് പറ്റുമെന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് ഈ ഒരു സ്കിറ്റിനകത്ത് വന്ന ഏറ്റവും ബെസ്റ്റ് ഒരു മെസ്സേജ് എന്ന് പറയുന്നത്.
അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റാണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്തുള്ളൊരു സംഭവം. ആ ആശയം നന്നായിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ അഭിനയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട, അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല കൺസെപ്റ്റാണ്. ഇടയ്ക്ക് വന്ന ചെറിയ വീക്ക്നെസ്സിൻ്റെ കാര്യം അതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബിജുക്കുട്ടൻ. ആ രീതിയിലോട്ട് ഞാൻ പോകുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഗംഭീര ഒരു സ്കിറ്റുമായിട്ട് വരും കേട്ടോ. ഓക്കെ, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ സാധാരണ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഐറ്റമാണ്. ഒരു പലിശക്കാരനോ അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ ആൾ വരുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഉപാധികൾ ഉണ്ടാക്കുന്ന ഒരുപാട് സ്കിറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്ക്രിപ്റ്റിൽ നല്ലവണ്ണം അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെയാണ് ആ ബാഗ് തുറന്നതും ആ മടിക്കുത്തിന്ന് അതെടുത്ത് പറയുന്നത്. മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് ആ സാധനം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റുകൾ, പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ടേണിങ്ങുകളൊക്കെ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിച്ചെടുക്കാനും അത് അതേപടി തന്നെ നിങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. നല്ല സ്ക്രിപ്റ്റായിരുന്നു. നിങ്ങൾ 3 പേരും അത് മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു. ഈ പറയുന്ന ആ എൻഡിൽ മാത്രം ഒരു കുഞ്ഞു ഫോൾട്ട് വന്നു. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റിപ്പിടിക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് തമാശകൾ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതിന് വേണ്ടിയിട്ട് എഴുതി തരുന്ന അങ്കിളോട് പറയുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് ആ പൈസ ഇങ്ങോട്ട് ചോദിക്കാം അല്ലേ? ആരാ പിന്നെ ചേട്ടാ? ചേട്ടാ, ഞാനൊരു 10,000 അങ്ങ് തുടങ്ങുന്നു. 10,000 രൂപ. പിന്നെ ഞാൻ പുറകോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഒരിക്കലും ചെയ്യരുത്. ഞാനും കൊടുക്കുന്ന ഒരു 10,000 രൂപ. അപ്പം രണ്ടുപേരുടെ ചേർത്ത് 20,000 രൂപ ആയിട്ടുണ്ട്. ഈ ഫൈനലി വരുമ്പോ ഒരു മോട്ടിവേഷൻ പറയണോട്ടോ എന്തായാലും. പിടിച്ചോ. ടോട്ടൽ 35,000 രൂപ. 35,000 രൂപയുടെ മോട്ടിവേഷൻ എന്തെങ്കിലും ഉണ്ടോ ബിജുക്കുട്ടൻ ഞാൻ കൊടുക്കാൻ? എൻ്റെ അത് കൊടുക്കുന്നതിന് മുമ്പ് പറയണമായിരുന്നു കാശ് കുറയ്ക്കരുത്. അല്ല, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നൽകുന്ന ഒരു മോട്ടിവേഷൻ. പ്രതിസന്ധികളിൽ പതറരുത്. പറഞ്ഞോ. പ്രതിസന്ധികളിൽ തളരരുത്, കുതിച്ചു മുന്നോട്ട്. അടിപൊളി. അങ്ങനെ കുതിച്ച് മുന്നോട്ട് പോയി അടുത്ത സ്കിറ്റുമായിട്ട് വാ. അടിപൊളിയായിട്ട് നമുക്ക് ഇതിൽ കൂടുതൽ പൈസ വാങ്ങിച്ചോണ്ട് പോവാം. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞു ഗായ്സ്. പൂർവാധികം ശക്തി സംഭരിച്ച് ഇതിൽ കൂടുതൽ ചിരിക്കാൻ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.